സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ സമയത്തിനായി സ്തോത്രം. പ്രത്യേകമായിട്ട് കർത്താവേ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡ് ഞങ്ങൾക്കൊന്നിച്ച് നിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കർത്താവ് ഇന്നത്തെ ശുശ്രൂഷയോട് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിക്കണം. ദൈവമഹത്വം വെളിപ്പെടണം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനെ ദാസിയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, നിൻ്റെ മക്കളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ സ്പിരിച്വൽ ഒരു എൻറിച്ച്മെൻറ്റിന്, ഒരു ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സഹായിക്കണം അപ്പ. മുറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം എൻ്റെ കഥയിൽ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ ടെനസി സ്റ്റേറ്റിൽ മെംഫസിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു തോമസും കർത്താവിൻ്റെ ദാസൻ്റെ സഹധർമ്മിണി ഗ്രേസി ആൻറ്റിയുമാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററേയും മാമയും ഈ ഒരു സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. വെൽക്കം മാമാവേ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകിയതിൽ. പാസ്റ്ററും ഫാമിലിയുമായിട്ടൊരു നല്ല ആത്മീയ ബന്ധം കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നൽകി. എനിക്കൊന്നും നമ്മൾ ആസാദി വഴി കുറേ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ആസാദിയുടെ നമ്പർ വഴി ഒരു 3-4 വർഷങ്ങളായെന്ന് തോന്നുന്നു പാസ്റ്ററുകളും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ ബോംബെയിൽ, പ്രത്യേകിച്ചും പാസ്റ്ററുകൾ ബോംബെയിൽ വന്ന് ഞങ്ങളോടൊപ്പം ഒക്കെ സ്പെൻഡ് ചെയ്ത് നല്ല ബ്ലസ്സഡ് ആയിട്ടുള്ള സമയമായിരുന്നു. നാളായിട്ട് സാക്ഷ്യം പറയുന്ന കാര്യം പറയാറുണ്ട്, പക്ഷേ ഇപ്പോഴാണത് ഫൈനലൈസ് ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. എന്താ പറയുന്നു വിശേഷങ്ങളൊക്കെ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ. അമേരിക്കയിൽ ടെനസി സ്റ്റേറ്റിലാണ് അല്ലേ? അതെ. നേരത്തെ തന്നെ ടെനസിയിൽ തന്നെ ആയിരുന്നോ തുടക്കം മുതലേ? അതെ, ഞങ്ങൾ ഇവിടെ അമേരിക്ക വന്ന കാലം മുതൽ ഇവിടെ തന്നെയാണ്. എത്ര വർഷമായി? 25 വർഷമാകുന്നു അമേരിക്കയിൽ എത്തിയിട്ട്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കുറെ നാളുകളൊക്കെ നോർത്ത് ഇന്ത്യയിലും അല്ലേ? അതെ. ഗൾഫിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓ ശരി. അപ്പം നോർത്ത് ഇന്ത്യൻ അനുഭവങ്ങളുണ്ട്, ഗൾഫ് അനുഭവങ്ങളുണ്ട്, ക്രിസ്തീയ അനുഭവങ്ങളുണ്ട്. നമുക്കിതെല്ലാം കേൾക്കണം. ഞാൻ ഇന്നത്തെ സെഷനിൽ അധികം സംസാരിക്കാനുള്ള ടെംപ്റ്റേഷൻ എനിക്കുണ്ടെങ്കിലും, കാരണം നിങ്ങൾ രണ്ടുപേരുടെയും സാക്ഷ്യം കേൾക്കേണ്ടത് കൊണ്ട്, നിങ്ങൾക്ക് കൂടുതൽ സമയം തരേണ്ടത് കൊണ്ട് ഞാനങ്ങ് കട്ട് ഷോട്ട് ചെയ്യുകയാണ്. ചോദ്യങ്ങളൊക്കെ നാട്ടിലെ കാര്യമൊക്കെ ഒന്ന് കേട്ട് തുടങ്ങാം അല്ലേ? നാട്ടിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജനിച്ച സ്ഥലങ്ങൾ, കുടുംബ പശ്ചാത്തലം, പിന്നെ അതുപോലെ ആത്മീക പശ്ചാത്തലം, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു മാമ ഹൈ റേഞ്ചിലാന്ന് തോന്നുന്നല്ലയോ? തൊടുപുഴ ഹൈ റേഞ്ചിന്റെ തുടക്കമാണോ അത്? ഒരു അറ്റമെന്ന് പറയാം. ഇടുക്കി വരെ പോകണ്ട, ഹൈറേഞ്ച് വരെയും പോകണ്ട. തൊടുപുഴ, കോട്ടയം, പാലാ അങ്ങോട്ടുള്ള വഴിയാണ്, ഹൈറേഞ്ചിലോട്ടുള്ള വഴിയാണെന്ന് പറയാം. പക്ഷെ പാസ്റ്ററിങ് കൊട്ടാരക്കര. അതെ. നല്ല ദൂരമുണ്ടല്ലോ. അതെ. പക്ഷേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ദൈവത്തിൻ്റെ വലിയ വലിയ പദ്ധതികൾ അല്ലേ ജീവിതത്തിൽ കണ്ടു. കുടുംബത്തിൽ, വിവാഹത്തിൽ എത്രയോ അനുഭവങ്ങൾ എനിക്ക് കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇനിയുള്ള സമയം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് തരികയാണ്. വീട്ടുകാരെയൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തി, കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും നിങ്ങൾ സമയം ഷെയർ ചെയ്തു എങ്ങനെയാണെന്നുള്ളത് കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ. അതെ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനും ആസാദി ടിവിയുടെ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. എൻ്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് അമേരിക്കയുടെ നേതൃസ്ഥാനത്തിലൊക്കെ പല പൊസിഷനിലൊക്കെ ഇരുന്ന ഒരു ദൈവദാസനാണ്. എനിക്ക് സന്തോഷമുണ്ട്, കാരണം എനിക്ക് ഒരു ഷാരോൻ പശ്ചാത്തലം ഉള്ളത് കൊണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ. ഞങ്ങളുടെ വിവാഹം നടന്ന കാലങ്ങളിൽ ഞാൻ പറയുമായിരുന്നു, കേരള കോൺഗ്രസിലെ വിവാദ പുരുഷന്മാരായ രണ്ട് പേരുടെ സ്ഥലങ്ങളാണ് ഞങ്ങളുടെതെന്ന്. കൊട്ടാരക്കര ആർ ബാലകൃഷ്ണപിള്ളയും തൊടുപുഴ PJ ജോസഫും. അങ്ങനെയാണ് ഞാൻ പലരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അല്പം കൂടെ കടന്നു പറഞ്ഞാൽ കൊട്ടാരക്കര തൃക്കണ്ണമംഗലാണ് എൻ്റെ സ്വദേശം.
കൃപയാൽ ഒരു ബന്ധക്കോസ്ത് കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. എൻ്റെ 9-ാമത്തെ വയസ്സിൽ കർത്താവിനെ സുന്ദരഷ്ടാവായി സ്വീകരിപ്പാനും 18-ാമത്തെ വയസ്സിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷിപ്പാനും 20-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. കുക്ക് സാഹിബ് കൊട്ടാരക്കരയിൽ വന്ന് താമസിച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ അയൽവക്കത്തായിരുന്നു. അന്ന് അദ്ദേഹം അവിടെ വന്ന് പ്രവർത്തിക്കുന്ന കാലത്താണ് എൻ്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വരുന്നത്. ആദ്യമായി അവിടെ 39 പേരെ സ്നാനപ്പെടുത്തിയതിൽ ഒന്ന് എൻ്റെ പിതാവായിരുന്നു. അവിടെ നിന്ന് എൻ്റെ സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം അന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ ഡൽഹിയിലല്ല ആക്ച്വലി പാനിപ്പട്ട് ഹരിയാനയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് സുഖമില്ലാതെ അദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുവന്ന് അവിടെ സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് ഞങ്ങൾക്ക് ഡൽഹിയിൽ പരിചയമുണ്ടായിരുന്നത് പാസ്റ്റർ KT തോമസും കുടുംബവും, അതായത് ഇന്ന് നിങ്ങളെല്ലാം അറിയുന്ന സിസ്റ്റർ പേഴ്സിസ് ജോണിൻ്റെ പേരൻസ് പാസ്റ്റർ KT തോമസും കുടുംബവും, പിന്നെ ഞങ്ങളുടെ അയൽവക്കക്കാരനായ മറ്റൊരു ബ്രിട്ടാനിയ ബാവുച്ചായ എന്ന് പറയും. അങ്ങനെ 2 കുടുംബങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അന്ന് അവിടെ പരിചയമുള്ളവരായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ജ്യേഷ്ഠനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ ഡൽഹിയിലേക്ക് ചെല്ലണമെന്ന് ഞങ്ങൾക്ക് ടെലഗ്രാം കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അങ്ങ് പോവുകയായിരുന്നു. ഞാൻ അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു അങ്കിള് വയർമാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വയറിങ്ങിൻ്റെ പണിക്കും പോകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ 78 നവംബർ 6-ാം തീയതി ഡൽഹിയിൽ ചെന്നിറങ്ങി. 78 മുതൽ 85 വരെ ഡൽഹിയിലും 85 മുതൽ 2000 വരെ സൗദി അറേബ്യയിലും 2001 മുതൽ ഇവിടെ അമേരിക്കയിലുമായിരിക്കുന്നു. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഗ്രേസി പുള്ളിക്കാരുടെ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഞാൻ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് പിന്നീട് പറയുന്നതായിരിക്കും. ശരി, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ആൻറ്റി. ഇടയ്ക്ക് ഭക്ഷണത്തിലും ഇടയ്ക്ക് ജോയിൻ ചെയ്യാം. അതായത് എനിക്കറിയാം കുറേ കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടുപേരുടെ അനുഭവങ്ങൾ ഒരുപോലെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ രണ്ടുപേർക്കും പറയാം. ശരി, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ എനിക്കും ഒരു സാഹചര്യം കർത്താവിന്റെ സാക്ഷ്യവുമായിട്ട് ഈ മാസാദി ചാനലിൽ വരുവാൻ തക്കവണ്ണം ദൈവം ഒരു അവസരം എനിക്കും തന്നതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദേവദാസൻ പറഞ്ഞതുപോലെ പല സമയങ്ങളിൽ ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴായിരുന്നു എന്ന് തോന്നുന്നു കർത്താവിന്റെ സമയം. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസൻ അവിടെ വന്നപ്പോൾ പ്രിയ പാസ്റ്ററും സാൻഡി സിസ്റ്ററും കുഞ്ഞുങ്ങളും ഒക്കെ കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നല്ല ഊഷ്മളമായ അനുഭവങ്ങളൊക്കെ കൊടുത്തു എന്ന് അറിഞ്ഞു. വളരെ സന്തോഷത്തോടെ മടങ്ങി വരുവാൻ തക്കൊണ്ട് ഇടയായി. അതിനെല്ലാത്തിനുമായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് തൊടുപുഴ കലൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങൾ 5 മക്കളായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും ഇളയ പൈതലായിട്ടാണ് ജനിച്ചത്. എനിക്ക് 3 മൂത്ത ബ്രദേഴ്സ്, ഒരു സിസ്റ്ററുണ്ട്. അവരെല്ലാവരും ഞങ്ങൾ വളരെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ വളരെ ഭക്തിയിലും തികഞ്ഞ അച്ചടക്കത്തിലും പാരമ്പര്യത്തിലും അങ്ങനെ വളരെ വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും കഴിഞ്ഞ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. മാതാപിതാക്കൾ, എൻ്റെ പിതാവും മാതാവും എൻ്റെ മൂത്ത സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 2 ബ്രദേഴ്സ്, എൻ്റെ സിസ്റ്റർ, ഇവരെല്ലാം നാട്ടിൽ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് അവരെല്ലാം റിട്ടയർഡായി അങ്ങനെ കഴിയുന്നു. ഫാദറും ഒരു റിട്ടയർഡ് ടീച്ചറായിരുന്നു. അവരെല്ലാം അങ്ങനെ വളരെ സന്തോഷമായിട്ട് കേരളം വിട്ട് അധികം ആരും പുറത്തു പോയിട്ടില്ല, എൻ്റെ നേരെ മൂത്ത ബ്രദർ ഒഴികെ. അങ്ങനെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വിദ്യാഭ്യാസം തൊടുപുഴ കലൂർ എന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. അതിനുശേഷം 1 വർഷം 10ാം ക്ലാസ്സിൽ എറണാകുളത്ത് പഠിക്കുവാനും അതിനുശേഷം തൃക്കാങ്കര ഭാരതമാതാ കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ BSc നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനായിട്ട് കടന്നു വരുവാൻ ദൈവം അവസരം തന്നു. അവിടെ ആയിരുന്ന സമയത്താണ് ഞാൻ തിരുവചന സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ജീവിതത്തിൽ ദൈവം എനിക്കൊരു ഭാഗ്യം ഒരുക്കി തന്നത്. അതുവരെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞിരുന്നതും വിശ്വസിച്ചിരുന്നതുമായ കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ കാത്തലിക്സ്, അത് മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ. വേറെ ഞങ്ങളുടെ ദേശത്ത് അങ്ങനെ മറ്റ് ക്രിസ്ത്യാനികൾ ആരും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾ
കാത്തലിക്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരു അറിവ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പം പലതരത്തിലുള്ളതായ ആൾക്കാര്, പല ക്രിസ്ത്യാനികളിൽ തന്നെ പല വിഭാഗങ്ങളൊക്കെ കാണുവാൻ ഇടയായി തീർന്നു. ഞാൻ ചുരുക്കി പറയാം, ഒത്തിരി ലോങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, അതുകൊണ്ട് ചുരുക്കത്തിൽ പറയട്ടെ. അവിടെ വെച്ച് എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ 4 വർഷത്തെ കോഴ്സിൽ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു പെന്തിക്കോസ് കൂട്ടായ്മയിൽ പോകുവാൻ തക്കമുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളുടെ ബാച്ചിൽ, ഞങ്ങളുടെ സീനിയർ ബാച്ചിൽ, ഞങ്ങളുടെ നേരെ സീനിയർ ബാച്ചിൽ ഒരു പെന്തിക്കോസ് വിശ്വാസത്തിലുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ ലിസി. ഇപ്പം ന്യൂയോർക്കിലുണ്ട്. ആ പ്രിയ സഹോദരിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ഭവനത്തിൽ വെച്ച്, ഒരു ആന്റിയുടെ വീട്ടിൽ വെച്ച്, തിരുവനന്തപുരത്തെ PMGയിലുള്ള ദേവദാസന്മാരുടെ നേതൃത്വത്തിൽ ബൈബിൾ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. പ്രെയർ മീറ്റിങ്ങും ബൈബിൾ ക്ലാസ്സുമായിട്ട് നടന്നു. ഞങ്ങളുടെ ബാച്ചിലുള്ള പല പ്രിയപ്പെട്ടവരും ഈ മീറ്റിങ്ങിന് കടന്നു പോകാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് തന്നെ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഉള്ളതായ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. ഒരു ദിവസം ജസ്റ്റ് വന്ന് കാണാനായിട്ട് വിളിച്ചതാണ്, ജസ്റ്റ് പങ്കെടുക്കാനായിട്ട് വിളിച്ചു. ഞാൻ ഇതെന്താണെന്ന് കാണാൻ വേണ്ടി പോയതാ. സത്യത്തിൽ ഒരു പ്രെയറിനോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് പോയതൊന്നുമല്ല. സാറ്റർഡേ ആണ്, ക്ലാസ് ഇല്ലാത്ത ദിവസം. അപ്പൊ ഇതെന്നാ സംഭവം എന്നറിയാമെന്നോർത്ത് പോയതാണ്. അവിടെ ചെന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പുതിയ അനുഭവങ്ങളായിരുന്നു. പ്രായമായവരൊക്കെ ഇരുന്ന് പാട്ട് പാടുകയും, ഞങ്ങളൊക്കെ ഇങ്ങനെ കൊയറിനകത്ത് പാട്ടൊക്കെ പാടിയിട്ടുള്ളൂ. അങ്ങനെ അവള് വേറൊരു രീതിയല്ലേ. അപ്പം ഉറക്കെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു ചെറിയ ഒരു അഡ്വാൻസ് നോട്ടീസൊക്കെ തന്ന എന്നെ കൊണ്ടുപോയതെങ്കിലും എനിക്കത് ഭയങ്കര അതിശയമായിരുന്നു. പാട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയും തിരുവചന സത്യങ്ങളും ഒക്കെ. വചനത്തിൽ നിന്ന് ചെറിയൊരു മെസ്സേജ് പറയും, അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പിരിയും. എന്നാൽ തുടർമാനമായിട്ട് അതിൽ കടന്നു പോകാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തന്നു. അങ്ങനെ കടന്നുപോയി. അപ്പോൾ പ്രത്യേകിച്ചും ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ അന്ത്യകാല സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. ഞാനൊരു ബൈബിൾ എൻ്റെ കയ്യിൽ സ്വന്തമായിട്ടില്ല. ചർച്ചിലൊക്കെ വായിക്കുന്നതല്ലാതെ അങ്ങനെ പേഴ്സണലായിട്ടൊരു വായനയൊന്നും ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ വചനത്തിലുള്ളതാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പൊ ഇതൊക്കെ റിയലി ഉള്ള കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ള സംശയം ഉണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ഗ്രഹിക്കാനും ഒക്കെ ഉള്ള ആഗ്രഹം എനിക്കുണ്ടായി. ഞാനൊരു ബൈബിൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ കഥകളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പം ഒരു ബൈബിൾ വാങ്ങിച്ചു, അത് വായിക്കാൻ തുടങ്ങി. പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് പല കാര്യങ്ങളും ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണെന്നും നമ്മൾ ഫോളോ ചെയ്യുന്നതായ ആചാരങ്ങൾ മാത്രമല്ല, അതല്ല യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ള കാര്യം ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തി തന്നതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഒത്തിരിയും കാത്തലിക്സും ജാക്കോബൈറ്റ്സ് അങ്ങനെ പലതരത്തിലുള്ള ഫ്രണ്ട്സ് ആണുള്ളത്. ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ ആസാദിയിൽ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ റസിയത്ത്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ തിരിച്ചു വന്നിരുന്ന് ഞങ്ങൾ പലപ്പോഴും തർക്കിക്കും, വാദിക്കും. അതല്ല ഇങ്ങനെയാ, ഇതൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാലും പിറ്റേ ആഴ്ച കടന്നു ചെല്ലുമ്പോൾ ഈ ദേവദാസന്മാര് ക്ലാസ് എടുക്കാൻ വരുന്ന മെസ്സേജ് അവിടെ നിർത്തിയിട്ട് അവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വേറെ രീതിയിൽ ഡയറക്റ്റ് ചെയ്യും. ഞങ്ങൾ തർക്കിച്ചും വാദിച്ചും പോയ വിഷയത്തെ കുറിച്ച് തന്നെയുള്ള ഒരു മറുപടി ആയിരിക്കും അന്നത്തെ മെസ്സേജ്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മ അങ്ങനെ തന്നെ അവരെ അങ്ങ് ഡയറക്റ്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾക്കും അതൊരു കൺഫർമേഷൻ ആവും. കണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്ന വിഷയം തന്നെ സംസാരിച്ചല്ലോ. അപ്പൊ ഇതിനകത്തെ സത്യങ്ങളും ഇത് സത്യമാണെന്ന് കാലക്രമേണ ഇത് വായിച്ചും പഠിച്ചും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ഇതനുസരിച്ച് ജീവിക്കണമെന്നും കർത്താവിന്റെ ഒരു മടങ്ങി വരവുണ്ടെന്നും അപ്പൊ പ്രതിഫലമുണ്ടെന്നും വചനപ്രകാരം ജീവിച്ചാലേ നമ്മൾക്ക് നിത്യതയിൽ എത്താൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുവാൻ കൊണ്ടിടയായി തീർന്നു. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ ദൈവവചനങ്ങൾ സത്യമാണ്, സ്നാനം സത്യമാണ്, ഇതെന്തെല്ലാം ഗ്രഹിച്ചു. എന്നാൽ മുമ്പോട്ട് പോകും എന്നുള്ള വിഷയം ഒരു വല്ലാത്ത ഒരു ഭയവും ഭാരവുമായിട്ടൊക്കെ നിന്ന് ഇറങ്ങിയാൽ നിശ്ചയമായിട്ട് നിൽക്കണം, അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയങ്ങളെടുത്തു. ഫസ്റ്റ് ഇയറിന്റെ ആദ്യം മുതൽ ഈ ബൈബിൾ ക്ലാസ്സിന് പോകുമായിരുന്നെങ്കിലും പിന്നീട് സൺഡേയിലും ആരാധനകൾക്ക് തന്നെ കടന്നു പോകാൻ തുടങ്ങി. അത് മറ്റതിനകത്ത് കഥയില്ല എന്ന് മനസ്സിലായപ്പോൾ ആരാധനയ്ക്ക് തന്നെ, പെന്തിക്കോസ് ആരാധനയ്ക്ക് തന്നെ എല്ലാ സൺഡേകളിലും കടന്നു പോകും. എന്നാൽ ഭവനത്തിൽ വരുമ്പോൾ തിരിച്ച് പള്ളിയിലും പോകും. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ പൈതലാണ്. നേരെ നിന്ന് ഒരു കാര്യം ഇന്നുവരെയും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്.
അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് പറയാനുള്ള ധൈര്യക്കുറവ് കൊണ്ട് തന്നെ പറയണമെന്ന് വിചാരിച്ച് ചിന്തിച്ചും കരുതിയും പ്രാർത്ഥിച്ചും ഒക്കെ പോകുമെങ്കിൽ അതിനുള്ള ചാൻസ് കിട്ടാറില്ല. അപ്പം അതും ദൈവത്തിന്റെ ഹിതമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. എന്നാൽ ഒരു 4th ഇയറിന്റെ ആദ്യ സമയങ്ങളിൽ ആയപ്പോഴേക്കും ഇത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇനിയും ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ദൈവവചന ദൈവകൽപ്പന അനുസരിക്കണമെന്നുള്ള ബോധ്യം തന്നതുകൊണ്ട് അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഞാൻ ദിവസത്തിന് തീർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, നിന്റെ ആത്മാവിനാൽ നിറച്ച് കർത്താവിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തുകയാണെങ്കിൽ നിശ്ചയമായിട്ടും സ്നാനപ്പെടുന്നതായിരിക്കും. ദൈവസന്നിധിയിൽ ഞാനും ദൈവവും മാത്രമായിട്ടുള്ള തീരുമാനം എടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം റൂമിൽ ഞാൻ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനിടയായി. ഞാൻ എൻ്റെ ഭാഷയിൽ സംസാരിച്ചു, തന്നെ ആരാധിച്ചു. ശബ്ദം കേട്ട് ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നു, കൂടെ ഒന്നിച്ചിരുന്ന് ആരാധിക്കുകയും എനിക്ക് തോന്നുന്നു അഭിഷേകം പ്രാപിച്ചെന്ന് തോന്നി. ഒന്ന് വാക്കുകൂടെ വന്നു പറഞ്ഞു മറ്റുള്ളവരൊക്കെ വിളിച്ചിരുന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആരാധിച്ചു. എന്നാൽ അതിനുശേഷം കർത്താവ്, ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനമാണല്ലോ ആത്മാവിനാൽ നിറച്ച് കർത്താവിനെ ശക്തിപ്പെടുന്നെങ്കിൽ നിശ്ചയമായി ഞാൻ സ്നാനപ്പെടുമെന്നുള്ള തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തതായതുകൊണ്ട് ഞാൻ കർത്താവിനുള്ള ബലം എനിക്ക് തന്നു. കർത്താവ് എൻ്റെ ആഗ്രഹവും അവസ്ഥയും അറിഞ്ഞ് മാനിച്ച് ആത്മാവിനാൽ നിറച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ചുരുക്കം ചില മാസങ്ങൾക്കകം തന്നെ കർത്താവിന് ജലത്തിൽ സാക്ഷീകരിക്കാൻ കൊണ്ടുള്ള ഒരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് ബലപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഞാൻ ദൈവസന്നിധിയിലെ പല കാര്യങ്ങളും, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ഓർണമെന്റ്സ് ഒക്കെ ഊരി വയ്ക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ജീവിതത്തിൽ തിരുനാമത്തെ പ്രതി ഞാൻ ഉപേക്ഷിക്കുന്ന ഒറ്റൊരു കാര്യം പോലും ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചെടുക്കുവാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചത് മാറ്റിവെച്ചു. ദൈവം മാനിച്ചു. ഇന്നേവരെ കർത്താവ് ഇന്ന് വരെയും ഉപേക്ഷിച്ചതിന് ഒന്നും തിരിച്ചെടുക്കേണ്ട ഒരു സ്ഥിതി ദൈവം എനിക്ക് ഇടവരുത്തിയില്ല. പല സാഹചര്യങ്ങളും ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ ഉണ്ടായി. ഒട്ടേറെ പ്രയാസങ്ങളൊക്കെ കടന്നു വന്നു എങ്കിലും കർത്താവ് സഹായിച്ചു, നിലനിർത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് അങ്ങോട്ടുള്ള യാത്ര ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു, കർത്താവിന് ജലത്തിൽ സാക്ഷീകരിച്ച് സ്നാനപ്പെട്ട കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ധൈര്യവും സന്തോഷവും എല്ലാം, നമ്മൾ ലോകം മുഴുവൻ നേടിയത് ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ വളരെയധികം പ്രതികൂലങ്ങൾ കടന്നു വന്നു. ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് നാട്ടിൽ കടന്നു പോകുന്നത് ഒരു ഈസ്റ്റർ വെക്കേഷനാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും, എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും ജോലിയിൽ പല സ്ഥാനത്താണ്. എല്ലാവരും വരുന്ന സമയത്താണ് ഞാൻ കടന്നുപോയത്. ആ സമയത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ മൂത്ത ബ്രദർ കുറച്ച് നാള് സെമിനാരിയിലൊക്കെ പഠിച്ചതായിരുന്നു. അപ്പം എൻ്റെ മൂത്ത ബ്രദറിന് ഞാനൊരു ലെറ്റർ എഴുതി, സ്നാനപ്പെട്ടതിന് ശേഷമൊക്കെയാണ്, കുറെ സംശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കത്തോലിക്ക സഭയിലെ ആചാരങ്ങളെ കുറിച്ച്, അത് ശരിയല്ലല്ലോ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയല്ലല്ലോ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നത്, അതുപോലെ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ സംശയ രൂപേണ ഞാനൊരു ലെറ്റർ എഴുതി. വാസ്തവത്തിൽ എനിക്ക് അതിനെ കുറിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല, കാര്യങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പം ഞാൻ എഴുതി കഴിഞ്ഞപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ലെറ്റർ എഴുതിക്കൊണ്ട് എനിക്ക് അതിനുള്ള മറുപടിയൊക്കെ ലഭിച്ചു. എങ്കിലും ആ കാരണം കൊണ്ട് എൻ്റെ ഭാഗത്തുള്ള എല്ലാവർക്കും സംഗതികൾ ഏകദേശം പിടികിട്ടി, ഞാൻ വേറെ ഏതോ മാർഗത്തിൽ പോയി എന്നും ഉള്ള കാര്യം മനസ്സിലായി. എന്നാൽ അവരെല്ലാം എന്നെ ഉപദേശിച്ചു. അവരെന്നെ വളരെയധികം സ്നേഹിക്കുകയും, ഞാൻ ഒത്തിരി സ്നേഹത്തോടും വളരെ വാത്സല്യവും സ്നേഹവും എല്ലാം അനുഭവിച്ച് വളർന്നൊരു പൈതലാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൂത്തവരുമായിട്ട് ഞാൻ ഏജിന് പോലെയും എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലെ ഇളയ അംഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം വളരെ ഭാരമുണ്ടായി. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ എന്നെ കാണാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയില്ല. ഞാൻ ഓർണമെന്റ്സ് ഒക്കെ ഊരിയാ വന്നത്. അപ്പം പിന്നീട് ഞാൻ, ഇതൊരു പബ്ലിക് സ്റ്റേജല്ലേ, എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. ഒത്തിരി സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇനി പോകുമോ എന്നുള്ള ഭയപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു സമയത്ത് എൻ്റെ പിതാവിനോട് പറഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ചോണ്ടപ്പോ മാലയൊക്കെ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പം അത് കൈ കൊണ്ട് നടന്ന് കളയണ്ട, എന്നാ ഇവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടുകാരങ്ങനെ ആഭരണത്തെ കുറിച്ച് ഒത്തിരി ഭ്രമമൊന്നുമുള്ളവരല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞു എന്നാൽ ഇവിടെ പെട്ടിക്കകത്ത് വെച്ചേക്കാം പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് കരുതി ഞാൻ അപ്പം അന്ന് ഊരി അത് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് ആ സാധനം എടുത്തിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പള്ളിയിൽ പോകാനുള്ള നിർബന്ധങ്ങൾ, കുമ്പസാരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഒത്തിരി 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 ഫോഴ്സ് വന്നു. വളരെ സങ്കടകരമായ സാഹചര്യങ്ങൾ. പലപ്പോഴും ഞാനൊരു ബലഹീന നിമിഷത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത്, അയ്യോ, ഞാൻ ഈ സത്യം അറിഞ്ഞപ്പോൾ എനിക്കിത് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായി, ഇതിനെ പിൻപറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പൊ എൻ്റെ വീട്ടുകാർക്ക് അറിയാത്തോണ്ടല്ലേ, അവരറിയുമ്പോൾ നിശ്ചയമായിട്ടും അവരിത് സമ്മതിക്കും എന്നുള്ളതൊക്കെ ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അങ്ങനെയൊന്നുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചുമില്ല, കേൾക്കാനുള്ള താല്പര്യവും പ്രകടിപ്പിച്ചില്ല. എന്നാൽ
അങ്ങനെ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ മടങ്ങി അവധി കഴിഞ്ഞ് തിരിച്ചു പോന്നു. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഒന്നുകിൽ എൻ്റെ വീട്ടുകാർക്ക് ഒരു ചേഞ്ച് വരണം, അവരെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ ഇനി ഭവനത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ബലം എനിക്കില്ല. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം അവസ്ഥകൾക്കൊന്നും വ്യത്യാസം വന്നില്ല. പക്ഷെ കർത്താവ് എനിക്ക് നിലനിൽപ്പാനുള്ള കൃപ തന്നു, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പല സാഹചര്യങ്ങളിലും വീണു പോകുമോ എന്ന് തോന്നിയ സ്ഥാനത്ത് കർത്താവ് കരം പിടിച്ച് നടത്തി. എന്താ നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ മാർവിൽ വഹിച്ച് കൊണ്ടു നടക്കേണ്ട സമയത്ത് അങ്ങനെ കൊണ്ടു നടന്നു. ചില സിറ്റുവേഷൻസ് നിന്ന് കർത്താവിനെ എടുത്തു മാറ്റി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ വീണു പോകാതെ വണ്ണം കർത്താവ് താങ്ങി. ഓരോ കാര്യങ്ങളും പല വിഷയങ്ങളും അത് കടന്നു വരുന്നതിന് മുമ്പ് മുന്നമേ കാര്യങ്ങൾ അറിയിച്ച് അത് പെട്ടുപോകാതെ വണ്ണം ദൈവം സൂക്ഷിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളും വെളിപ്പെടുത്തി. അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിൽ നിന്നും കർത്താവ് വിടുവിച്ചു കൊണ്ടുവന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫോർത്ത് ഇയറിന്റെ ആദ്യത്തെ സമയങ്ങളിലാണ് സ്നാനപ്പെടുവാനിടയായി തീർന്നത്. അത് ഫോർത്ത് ഇയർ ആയതുകൊണ്ട് മാത്രം എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ എനിക്ക് ലഭിച്ചു. അതല്ല എങ്കിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള, ഇനി പഠിപ്പിക്കേണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു. എന്നാൽ ഫോർത്ത് ഇയർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും കോഴ്സ് കഴിയുമ്പം വീട്ടിലേക്ക് മടങ്ങി വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരും. അപ്പൊ അതുകൊണ്ട് ഇനി പഠിത്തം കംപ്ലീറ്റ് ചെയ്യട്ടെ, പിന്നെ ഭാവി പോയി എന്നുള്ള ഒരു ഭാരം ആർക്കും വരണ്ടെന്ന് വിചാരിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ലഭിച്ച് മടങ്ങി ഹോസ്റ്റലിൽ വരുവാൻ തക്കവണ്ണയായി തീർന്നു. അതേസമയം തന്നെ ഞങ്ങളുടെ കോളേജിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഇത്ര കുറെ പേര് 10-12 പിള്ളേര്, മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന പിള്ളേർ കുറെ പേര് പെന്തിക്കോസിലായിട്ട് ചാടി. അതുകൊണ്ട് അവിടെ ഭയങ്കര പ്രശ്നങ്ങള്, കാര്യങ്ങളെല്ലാം അവിടെ വഷളായിക്കൊണ്ടിരിക്കുന്നു. വീടുകളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഞങ്ങളുടെ വീടുകളിലേക്കെല്ലാം ലെറ്റർ എഴുതി, ഇതുപോലെ നിങ്ങളുടെ മക്കൾ പെന്തിക്കോസ് ആരാധനയ്ക്ക് പോകുന്നു, നിങ്ങൾക്ക് അതിന് സമ്മതമാണോ, അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, പിന്നീട് അവർക്കൊരു പ്രോബ്ലം വരരുതല്ലോ, അതുകൊണ്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ എഴുതിയതാണ്. നിങ്ങൾക്ക് അതിനകത്ത് താല്പര്യമില്ല എങ്കിൽ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് ലെറ്റർ എഴുതാൻ ഇടയായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഫാദർ ഉടനെ തന്നെ മറുപടി അയച്ചു, വളരെ ഇമോഷണൽ ആയിട്ടൊരു ലെറ്റർ അയച്ചു. യാതൊരു കാരണവശാലും എനിക്ക് അങ്ങോട്ട് വരാനുള്ള ആരോഗ്യസ്ഥിതി പോലും ഇല്ല, അതുകൊണ്ട് ഒരിക്കലും എൻ്റെ മകളെ പുറത്ത് വിടണ്ട, ആരാധനയ്ക്കെന്ന് മാത്രമല്ല പുറത്തു പോലും വിടണ്ട എന്നുള്ള ഒരു ലെറ്റർ എഴുതി അയച്ചു. അപ്പൊ അന്ന് മുതൽ എനിക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതായി. എന്നെ വിളിച്ച് ഓഫീസിൽ വിളിച്ചിരുത്തി വളരെ ഹാർഷായിട്ട് ഉള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഇനി പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് റസിയത്തിനും ഇതേ ലെറ്റർ തന്നെ വന്നു. അവളെയും ആരാധനയ്ക്ക് വിടണ്ട എന്നുള്ള ഒരു ലെറ്റർ വന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഹോസ്റ്റലിരിപ്പായി. പക്ഷെ ഞങ്ങൾ അന്നത്തെ കാലങ്ങളിലാണ് ഏറ്റവും സന്തോഷം അനുഭവിച്ച സമയങ്ങളെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സൺഡേസിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ആരാധനയ്ക്ക് പോകുന്ന സമയത്ത്, ആ സമയം ഞങ്ങൾ രണ്ടുപേരും റൂമിലിരുന്ന് സങ്കീർത്തനം വായിക്കും, പ്രാർത്ഥിക്കും, സകല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വചനം ധ്യാനിക്കും. അവർ വരുന്നിടം വരെ ഞങ്ങളുടെ സഹായവും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നടത്തും. അവര് ആരാധന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ചർച്ചിൽ നടന്ന സകല കാര്യങ്ങളും ഒരക്ഷരം വിടാതെ ഞങ്ങൾക്ക് അതുപോലെ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണേലും ഞങ്ങൾ അങ്ങേയറ്റം വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പഠിത്തത്തെക്കാൾ അധികമായിട്ട് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിപ്പാനൊക്കെ ഞങ്ങൾക്ക് സമയങ്ങൾ ലഭിച്ചു. അതിനൊക്കെ ഒത്തിരി തടസ്സങ്ങൾ വന്നു. പിന്നീട് ഞങ്ങളുടെ ശബ്ദമൊക്കെ പുറത്തു വരുമ്പം ഞങ്ങളുടെ വാർഡനൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. രണ്ടുപേരും ഒന്ന് റൂമിനകത്ത്, റൂമിലുള്ളവരല്ലാതെ വേറെ ആരും കാണാൻ പാടില്ല, 10 മണിക്ക് ശേഷം ലൈറ്റ് കാണരുത്, ഇങ്ങനെ റൂമിന്റെ വാതിൽക്ക് കൂടെ നടക്കുമായിരുന്നു. എവിടെന്നെങ്കിലും പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. എങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ആത്മീയ സന്തോഷമായിരുന്നു. ഇതൊക്കെ വരുമ്പോഴും ഞങ്ങൾക്കൊരു ഒരു പ്രത്യേക റിജോയ്സിങ്, ഒരു എക്സൈറ്റ്മെന്റും, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം, കോളേജ് ജീവിതം അവിടെ കഴിഞ്ഞു. വളരെ അനുഗ്രഹപ്പെട്ട സമയങ്ങൾ കർത്താവ് ഞങ്ങളെല്ലാം മാനിച്ചു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ പഠിത്തത്തിനധികം സമയങ്ങൾ ചെലവഴിക്കാതെ ഈ പരീക്ഷയുടെ സമയത്തൊക്കെ ആണെങ്കിലും ഉപവാസവും പ്രാർത്ഥനയായിട്ട് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞങ്ങളുടെ ടോപ്പ് റാങ്ക് ലിസ്റ്റിലെല്ലാം ഞങ്ങളുടെ പിള്ളേരെ ദൈവം മാനിച്ചു. ആർക്കും ഒന്നിനും ഒരു കുറവും വരാതെ വേണം എല്ലാവരും നല്ല വിജയത്തോടെ പുറത്തു വരാൻ തൊക്കുന്ന സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എൻ്റെ സാക്ഷ്യത്തിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ, തുടർന്ന് പഠിത്തം കഴിഞ്ഞല്ലോ. പഠിത്തം കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരും മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവസ്ഥ അറിയാവുന്ന സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭവനത്തിലേക്ക് മടങ്ങി പോകേണ്ടി വന്നില്ല. എൻ്റെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ്, എക്സാം കഴിയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് തന്നെ ദൈവം ഒരു ജോലി ശരിയാക്കി തന്നു. അതൊക്കെ വലിയ അത്ഭുതകരമായ വഴികളായിരുന്നു. എൻ്റെ സ്വന്തം തൊടുപുഴയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്ലാസ്മേറ്റ്, ഒരു കാത്തലിക് ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവളുടെ കൂടെ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു പ്രൈവറ്റ് നഴ്സിംഗ് സ്കൂളില് അവിടുത്തെ ഡയറക്ടർ
ഈ ഞങ്ങളുടെ കോളേജ് ഓഫ് നേഴ്സിംഗിലേക്ക് വിളിച്ച് ചോദിച്ചതനുസരിച്ച് എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിടാനായിട്ട് അറിയിച്ചു. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ കൂട്ടുപോയതാ. എന്തിനാ എന്നെ കൂട്ടിന് വിളിച്ചെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ക്ലോസ് കണക്ഷൻ ഒന്നുമില്ല. അത്യാവശ്യം എൻ്റെ വിവരങ്ങളൊക്കെ വീട്ടിലോട്ട് എത്തിച്ചുകൊണ്ടിരുന്നതും പുള്ളിക്കാരി തന്നെയായിരുന്നു. എൻ്റെ ഫാദർ ലെറ്ററൊക്കെ അയച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരൊക്കെ ആയിരുന്നു. എന്നാൽ ആ പ്രിയ സഹോദരിക്ക് ഒരു കൂട്ടിന് വേണ്ടി ഞാൻ പോയതാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡയറക്ടർ, ഈ നേഴ്സിംഗ് സ്കൂളിലെ ഡയറക്ടർ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും റെഡിയായിട്ട് ജോലിക്ക് ചെയ്യാൻ വന്നതാണെന്നുള്ള ഒരു നിഗമനത്തോടെ അപ്പോഴേ അപ്പോയിന്റ്മെന്റ് തരിക ഞങ്ങൾക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം, എന്നെ ഇനി തിരുവനന്തപുരം കാണിക്കലെന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇവിടെ സൈൻ ചെയ്ത് കൊടുത്ത് ജോലിക്ക് കൊടുത്താൽ ആകെപ്പാടെ ബുദ്ധിമുട്ടാകില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസത്തെ സമയം വേണം, എനിക്കൊന്ന് വീട്ടിൽ വരെ പോയിട്ട് വന്നിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നാളെ ഞാൻ വിവരം പറയാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് പോയി. ഞാൻ അന്ന് തന്നെ പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഭവനത്തിൽ ചെന്നു. അപ്പം ഞാൻ എൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു ജോലി ശരിയായി അത് പറയാനായിട്ട് വന്നത്. അപ്പം പെർമിഷനായിട്ടും ഒന്നുമല്ല, പെർമിഷൻ ചോദിക്കുകയുമല്ല. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറയാനായിട്ട് വന്നപ്പോൾ എൻ്റെ മാതാവും പിതാവും മാത്രമേ ഭവനത്തിലുള്ളൂ. ഒന്നും പറയാൻ ഞാൻ രാവിലെ വൈകുന്നേരം ആയപ്പോൾ ചെന്നു. പിറ്റേ ദിവസം രാവിലെ തിരിച്ചും പോന്നു. വളരെ ബുദ്ധിമുട്ടി. യെസ് എന്നോ നോ എന്നോ പറയാതെ എന്നെ പറഞ്ഞു വിട്ടു. പിന്നെ ഒറ്റ ഒരു ആശ്വാസം, എൻ്റെ കാത്തലിക് ഫ്രണ്ടിൻ്റെ കൂടെയല്ലേ ഞാൻ ജോലിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ഉപദേശങ്ങളൊക്കെ തന്ന, ഇനി എനിവേ ഫ്രണ്ട്സൊക്കെ അങ്ങ് പോകുമല്ലോ, ഇനി അവളുടെ കൂടെ കാത്തോലിക്ക പള്ളിയിൽ തന്നെ പൊക്കോണമെന്നൊക്കെ പറഞ്ഞ് വളരെ സമാധാനമായിട്ടൊക്കെ എന്നെ പറഞ്ഞു വിടും. എൻ്റെ കൊണ്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം എൻ്റെ അവസ്ഥ അറിഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഒരുപക്ഷെ തിരിച്ച് കോഴ്സ് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കും നാട്ടിലേക്കും പോയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നു വിടുമായിരുന്നു. എന്നാൽ ദൈവം അതറിഞ്ഞ് എക്സാം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പം അതിനുശേഷമാണ് ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാണ് പ്രാക്ടിക്കൽസ് എല്ലാം കഴിയുന്നത്. അതിനുശേഷം തുടർന്ന് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതി വന്നില്ല. തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിൽ എനിക്ക് ജോലി ചെയ്യാൻ, ശ്രീചിത്രയിലും പിന്നെ മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള SIT ജോലി ചെയ്യാൻ കൊണ്ട് ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ആരാധനയ്ക്ക് പോകാനോ അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെയുള്ള സാവകാശം ലഭിക്കാൻ കൊണ്ട് ഇടയായി തീർന്നു. അതിനുശേഷം പിന്നെ വിവാഹമാണല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നെക്സ്റ്റ് വീട്ടിലൊക്കെ നമ്മുടെ പേരൻസിനൊക്കെ ഉള്ള കൺസേൺ എന്ന് പറയുന്ന കല്യാണത്തിന്റെ വിഷയമാണ്. ഇപ്പം ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു, വിവാഹം കഴിക്കാതെ നിൽക്കേണ്ടി വന്നാലും എൻ്റെ വിശ്വാസത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ്, അങ്ങനെ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ളവർക്ക് മനസ്സിലായി. പിന്നീട് അത് നടക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് ഹയർ എഡ്യൂക്കേഷന് പോകണം, MSc പോകണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാളൊക്കെ തള്ളി നീക്കി. എന്നാൽ ഞാൻ ചുരുക്കമായിട്ടങ്ങ് പറയുകയാണ്, ഈ പ്രപ്പോസൽ വന്നു കഴിഞ്ഞപ്പോൾ, കർത്താവദാസനുമായിട്ടുള്ള ഈ കല്യാണം വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു പെന്തിക്കോസുകാരനെ വീടിന്റെ പടിക്കകത്ത് കയറ്റുകയില്ല എന്നുള്ള നിലപാടിൽ നിന്ന വീട്ടില് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന പരിപാടിയൊന്നുമില്ല ആരുടെയും കൂടെ. അപ്പൊ പലതരത്തിലുള്ള കമന്റ്സ് അല്ലേ നമ്മൾ കേൾക്കുന്നത്. നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു കൂട്ടർ പറയും അവിടെ പെന്തിക്കോസിൽ ആരണ്ടേ കണ്ടതുകൊണ്ട് പോയതാണ്. പലതരത്തിലുള്ള നമ്മുടെ നാട്ടിലെ കാര്യമല്ലേ, പലതരത്തിലുള്ള റൂമേഴ്സ് ഇങ്ങനെ പരക്കും. നേരിട്ട് എൻ്റെ ഫാദറിനോട് ആരും ഒന്നും പറയില്ല. അങ്ങനെ ഒരു പൊസിഷനിലുള്ള റെസ്പെക്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നേരിട്ടൊന്നും പറയില്ല. എങ്കിലും സൈഡിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒരു കാര്യത്തിനും ഒരു വിവാഹത്തിനും ഞാൻ ഇറങ്ങി തിരിക്കുകയില്ലെന്നും, എന്നാൽ ഇത് വിശ്വാസത്തിലുള്ള ഒരാളുമായിട്ട് വിവാഹം നടക്കുകയുള്ളൂ എന്നുള്ള വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വിവാഹം വന്നപ്പോൾ ഈ വിവാഹം നടന്നത് തന്നെ ഒരു സ്റ്റോറിയാ. അതൊരു പറയുന്നു. ഞാൻ ആ സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഞാൻ പാസ്റ്ററുകളോട് പറഞ്ഞു സ്റ്റോറി ഒന്ന് പറയണം. ഒരു നീണ്ട കഥയായില്ലേ പാസ്റ്ററുകളെ? പറയാൻ പറ്റുന്ന ഒക്കെ പറയാം. കാരണം എന്താണെന്നറിയാം, ഞാൻ പ്രേക്ഷകരോട് പറയാം, പ്രത്യേകിച്ച് ഒരാൾ പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ സാമുദായികമാകുന്ന ഒത്തിരി എതിരുകളുണ്ടാകും. അത് അന്ന് ആളുകൾക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അത് അറിയാം. കാരണം നമുക്കറിയാമല്ലോ, പഴയ ഒരു കാലം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരെ ഒത്തിരി എതിർക്കുന്ന, അവരെന്തുവാന്ന് പോലും അറിയത്തില്ല. പ്രത്യേകിച്ചും ഈ പറഞ്ഞ തൊടുപുഴയുള്ളവർക്ക് ഈ പെന്തക്കോസ്ത് എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെന്തക്കോസ്തിൽ നിന്നൊരു കല്യാണാലോചന വരുമ്പോൾ എതിരുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കുറേ എതിരുകളുടെ കാര്യമൊക്കെയാണ് അല്ലേ? അതെ, അത് പ്രത്യേകിച്ചും അത് എന്റെ വീട്ടുകാർ എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എനിക്കത് നല്ലതുപോലെ അറിയാം. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയും ഇല്ലാത്ത, ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ ഇങ്ങനെ ഓരോ കവലകളിൽ കൂടെ പ്രസംഗിച്ച് നടക്കുന്ന ഒരു കൂട്ടരെ എന്നുള്ളതിൽ കവിഞ്ഞ്. കാരണം ഞങ്ങളുടെ ദേശത്തൊന്നും
അങ്ങനെ ഇല്ല. എവിടെയോ അവർക്ക് കേട്ടിട്ടുള്ള ബന്ധുക്കോസുകാരെന്ന് പറഞ്ഞ് ഏതോ ഒരു കോളനിയിൽ താമസിക്കുന്ന വളരെ കുറച്ച് എന്തോ കേട്ടിട്ടുള്ളതല്ലാതെ വേറെ അതിനെക്കുറിച്ചൊന്നും അവർക്കൊരു ഗ്രാഹ്യവുമില്ല. ഞങ്ങളുടെ ദേശത്തൊന്നും ഇല്ലല്ലോ. അതെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അതെ. പക്ഷേ ഒരു കാര്യം പറയാം ആൻറ്റി, അന്ന് പാസ്റ്റർ അങ്കിൾ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആ ഒരു സ്റ്റോറി എന്നോട് പറഞ്ഞു. ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്, അല്പം ഒന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പറയുന്നു, പറഞ്ഞു പറഞ്ഞു. അപ്പം തിരുവനന്തപുരത്തുള്ള അപ്പൊ ഞങ്ങൾ ഇത്രയും പേര് വിശ്വാസത്തിൽ വന്നത് ഒരുവിധപ്പെട്ട പാസ്റ്റേഴ്സിന് പെന്തിക്കോസ് സമൂഹങ്ങൾക്കെല്ലാം ഈ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പലരുടെയും വിവാഹം കഴിഞ്ഞു. ആരെങ്കിലും ദേവദാസന്മാരുടെ പരിചയത്തില് ഇതുപോലെ അമേരിക്കയിൽ നിന്നുള്ള പ്രപ്പോസൽസ് വരും. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ പലരുടെയും വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് പേരുടെ വിവാഹം എത്ര നടക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ദൈവദാസൻ അവിടെ ഉള്ളതായ തിരുവനന്തപുരത്തുള്ളതായ ഒരു പാസ്റ്റർ മുഖാന്തരം ആണ് കർത്താവിന്റെ ദാസൻ എന്നെ കാണാനായിട്ട് വരുന്നത്. കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ദൈവഹിതമാണെങ്കിൽ എനിക്ക് മറ്റ് ഡിമാൻഡ്സ് ഒന്നും എൻ്റെ ജീവിതത്തില്ല. ദൈവഹിതമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വീട്ടുകാരെ സമ്മതിക്കാതെ ഈ കാര്യത്തിന് ഞാൻ വില്ലിങ് ആകില്ല എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് ബാബുച്ചാനും വേറെ ഒരു ബ്രദറും കൂടെ, ബ്രദർ പുഷ്കരൻ, എറണാകുളത്തുള്ള ഒരു ബ്രദർ പുഷ്കരൻ ഫ്രണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം വീട്ടിൽ ചെന്നു. കൊട്ടത്തെ ഡാഡിയും പാസ്റ്റർ കെ ജി മാത്യു, നാലുപേര്. അപ്പൊ പിന്നെ ഡാഡി തന്നെ അതങ്ങ് പറയാം, ചുരുക്കമായിട്ടങ്ങ് പറഞ്ഞാൽ മതി. ഞാന് പോയി നമ്മുടെ PMG അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ KK ജോസഫിന്റെ ഭവനത്തിൽ ചെന്നാണ് ഗ്രേസിയെ കാണുന്നത്. അദ്ദേഹമായിരുന്നു ഇവരുടെ ഒരു ലോക്കൽ ഗാർഡിയൻ എന്നുള്ള നിലയിൽ, സ്പിരിച്വൽ ഗാർഡിയൻ എന്നുള്ള നിലയിൽ അവിടെ ഉള്ളത്. അതുകൊണ്ട് ഈ സഹോദരിമാരെ എല്ലാം കാണാൻ ചെല്ലുന്നവർ അവരുടെ ത്രൂവിലാണ് പോകുന്നത്. അതുപോലെ ഞാനും പാസ്റ്റർ KK ജോസഫിന്റെ വീട്ടിൽ ചെന്നു. ഗ്രേസി അവിടെ വരുത്തി കണ്ടു. ഈ പറഞ്ഞതുപോലെ എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷെ വീട്ടുകാർ സമ്മതിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ആഴ്ച ഞങ്ങളൊരു സമയം നിശ്ചയിച്ച് പാസ്റ്റർ KK ജോസഫ് ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. ഞങ്ങളുടെ ലോക്കൽ സഭയിലെ പാസ്റ്റർ KG മാത്യു, ആ പാസ്റ്ററും അറിയുമായിരിക്കുമല്ലോ, നിങ്ങളുടെ നാട്ടുകാരനാണ്. പാസ്റ്റർ KG മാത്യുവും ഞങ്ങൾ 3 പേരും കൂടെ എറണാകുളത്ത് ചെന്ന് ബ്രദർ പുഷ്കറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് അപ്പച്ചനൊന്ന് പുറത്തേക്കൊന്ന് വരാൻ തന്നെ ഒരു അരമണിക്കൂർ എടുത്തു. പിന്നെ അങ്ങനെ പുള്ളി പുറത്തു വന്നു. ഞങ്ങളുടെ ലോക്കൽ സഭ പാസ്റ്റർ ഞങ്ങളുടെ ആഗമനോപദേശം അറിയിച്ചു. അപ്പം ഒരു മിനിറ്റ് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. അന്ന് നമുക്ക് ഇങ്ങനെ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, കത്ത് എഴുതുകയല്ലേ. അപ്പൊ ഞാൻ വീട്ടിലേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പാർട്ടി വരാൻ സാധ്യതയുണ്ട് എന്നൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്കിലും അപ്പച്ചൻ പുറത്തോട്ടൊന്ന് വരാൻ ഒരു അരമണിക്കൂർ എടുത്തു. പിന്നെ വന്ന് അവിടെ ഒരു ചാരിയാസര ഉണ്ടായിരുന്നു, അതിൽ കിടന്നു. എന്നിട്ട് പറഞ്ഞു, അവളിങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് പോയി, അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷേ കല്യാണക്കാര്യം ഞങ്ങൾ പെന്തിക്കോസ്റ്റിൽ ആലോചിക്കത്തില്ല. അവൾ ആരെയെങ്കിലും കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൂടെ തൃപ്തിയാണെങ്കിൽ നടത്തി തരാം. എന്തായാലും നിങ്ങളുടെ പാസ്റ്റർ ഹോളിൽ ഒന്ന് കല്യാണം നടത്താൻ ഞാൻ വരത്തില്ല. പിന്നെ അവളുടെ ആങ്ങളമാരോ, പിന്നെ ഈ പെന്തിക്കോസ്റ്റിലൊക്കെ ഉള്ളതായ ചെറുക്കന്മാരെ, ഗൾഫിലും, അന്ന് ഞാൻ സൗദി അറേബ്യയിലാണ്, ഗൾഫിലും അമേരിക്കയിലും ഉള്ളതായ ചെറുക്കന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈയിടയ്ക്ക് അവിടെ ചെന്നപ്പോഴാണ്, അമേരിക്കയിലുള്ള പയ്യനാ കെട്ടിയത്, അവിടെ ചെന്നപ്പോഴാണ് അവന് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് അറിയുന്നത്. അതുകൊണ്ട് ഈ ഗൾഫിലും അമേരിക്കയിലും ഒന്നുള്ളതായ ചെറുക്കന്മാരെ വിശ്വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവളുടെ ആങ്ങളമാർ വന്ന് അന്വേഷിച്ച് വീടും കുടുംബമൊക്കെ ഉള്ള ആളാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോടൊരു ദിവസം പറഞ്ഞിരുന്നു, ഒരു വ്യാഴാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വരും എന്നാ പറഞ്ഞിരുന്നത്. വ്യാഴാഴ്ച ഇവർ തൊടുപുഴയിൽ നിന്ന് വരികയല്ലേ, ഞങ്ങൾ ഇവിടെ കാപ്പിയും ചോറും എല്ലാം ഉണ്ടാക്കി നോക്കിയിരിക്കുകയായിരുന്നു. വ്യാഴാഴ്ച വന്നില്ല. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച വരുമെന്ന് കരുതി, അന്നേരവും വന്നില്ല. അതിന് പകരം ആ ശനിയാഴ്ച ഒരു കത്താണ് കിട്ടുന്നത്. ആ കത്തിനകത്ത് എഴുതിയിരുന്നത്, ഞങ്ങൾ കത്തോലിക്ക സഭാ വിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത് സഭയുടെ വിശ്വാസങ്ങളിൽ ഞങ്ങൾക്ക്
പെന്തക്കോസ്ത് സഭകളുടെ ആചാരങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത് സഭയിൽ വെച്ച് നടക്കുന്ന ഒരു വിവാഹം സാധുവായി കരുതുവാനോ അതിനെ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ പ്രോത്സാഹിപ്പിക്കാനോ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ വെച്ച് ഞങ്ങളുടെ ആചാരപ്രകാരം വിവാഹം നടത്താൻ തയ്യാറാണെങ്കിൽ അറിയിക്കുക, മറ്റു കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഞങ്ങൾ നടത്തി തരാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്താണ് വരുന്നത്. ഞാൻ ആ കത്ത് കിട്ടിയത് അതുകൊണ്ട് നേരെ പാസ്റ്റർ കെ ജോസഫിന് അവിടെ ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് വേണ്ട എന്നുള്ളതായ നിലയിലായിരിക്കുമല്ലോ, അതുകൊണ്ട് ബാബു വിട്ടുകളാ, നമുക്ക് വേറെ വല്ല കല്യാണം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ ആശ്വസിപ്പിച്ച് വിടാൻ നോക്കി. ഞാൻ പറഞ്ഞു, എൻ്റെ നിർബന്ധം പ്രകാരം ഞാൻ പറഞ്ഞു, ഗ്രേസിയെ ഒന്നുകൂടെ കാണാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ നിർബന്ധം സഹിക്കുക വയ്യാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മകനെയും കൂട്ടി വീണ്ടും ഗ്രേസിയെ കാണാനൊന്ന് വിട്ടു. ഹോസ്റ്റലിൽ ചെന്ന് ഞാൻ പുള്ളിക്കാരിയെ കണ്ടു, കത്ത് കാണിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, ഓക്കെ, ഏതെങ്കിലും കാലത്ത് വീട്ടുകാർ സമ്മതിച്ച് കല്യാണം നടക്കുമ്പോൾ നടന്നാൽ മതി, അല്ലാതെ എനിക്കായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോന്നു. അപ്പൊ അങ്ങനെ പോയി കാര്യം കൊണ്ട് അവിടെ അവസാനിച്ചല്ലോ. അപ്പം അതിനുശേഷം പിന്നെ ഇവര് രണ്ടുപേരും കൂടെ ബാബുച്ചാന്റെ ഒരു ബ്രദറിൻലോ ഉണ്ട്, ശശി പോൾ. പുള്ളിക്കാരൻ ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന സഹോദരനാണ്. പുള്ളിക്കാരനും ബാബുച്ചാന്റെ സിസ്റ്ററും ഇവര് 3 പേരും കൂടെ അവര് നല്ല വിശ്വാസത്തിൽ അവർ വളരെ പ്രാർത്ഥിക്കുന്നവരൊക്കെ. അപ്പൊ ഈ കൺവെൻഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അവര് 3 ദിവസം ഉപവാസം എടുത്ത് ഈ ലെറ്റർ വെച്ച് ഒരാഴ്ചത്തെ ഉപവാസം എടുത്തു. ഈ ഒരു ബാബുച്ചാൻ അതിനൊരു മറുപടി എഴുതി. എന്തായാലും നമ്മളെ വിശ്വാസ പ്രമാണത്തെ ചോദ്യം ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് തന്നെ അതിന് മറുപടിയായിട്ട് വളരെ ഭംഗിയായിട്ട് ലെറ്ററിലെ വാചകങ്ങളൊന്നും ഇപ്പം പറയുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു മറുപടിയൊക്കെ വെച്ച് ഇവരെ ലെറ്റർ വെച്ച് പ്രാർത്ഥിച്ചു. 2-3 ദിവസം പ്രാർത്ഥിച്ച് അതങ്ങ് പോസ്റ്റ് ചെയ്തു. ഈ ലെറ്റർ വീട്ടിൽ കിട്ടിയപ്പോൾ ലെറ്റർ വായിച്ചു കഴിഞ്ഞപ്പം എൻ്റെ പിതാവ് ഈ ലെറ്റർ എടുത്തുകൊണ്ട് എൻ്റെ രണ്ടാമത്തെ ബ്രദർ അന്ന് മലപ്പുറത്ത് ടീച്ചറാണ്, 2 പേരും ടീച്ചേഴ്സും, ഒരാൾ നേവിയിലുമായിരുന്നു. അപ്പം രണ്ടാമത്തെ ബ്രദറിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും നീ ചെന്ന് കല്യാണം ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ബ്രദറും അന്ന് എൻ്റെ നേരെ മൂത്ത ബ്രദേഴ്സിലെ ഏറ്റവും ഇളയാള് കൊച്ചി നേവൽ ബേസിലാണ്, പുള്ളിയും കൂട്ടിക്കൊണ്ട് ഇവർ 2 പേരും കൂടെ കൊട്ടാരക്കര വന്നു. അതാണ് ഇവർ നോക്കി നിൽക്കുമ്പോൾ ശനിയാഴ്ച ഇവർ 2 പേരും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. കയറി ചെന്ന് കഴിഞ്ഞപ്പം ചോദിച്ചു, ഇപ്പം ലെറ്റർ കിട്ടിയിട്ട് വന്നതാണോ എന്ന് ഇവർ ചോദിച്ചു. പറഞ്ഞു അതേന്ന് പറഞ്ഞു. ചുരുക്കം അങ്ങ് പറയാമോ പറഞ്ഞു, ഞങ്ങൾ ഈ കല്യാണം ഉറപ്പിക്കാനായിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പം ഞാൻ ഇവിടുന്ന് വിട്ടതല്ലേ, ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്റ്റലിലാണ്. പിന്നെ ഇവരെല്ലാവരും കൂടെ ട്രിവാൻഡ്രത്ത് വന്നു. പാസ്റ്റർ കെ ജോസഫിന്റെ വീട്ടില് വെച്ച് അങ്ങോട്ട് ചെന്ന് അപ്പൊ ഇതിനോടകം പാസ്റ്ററുടെ ഒരു മോനെ പറഞ്ഞു വിട്ട്, ഞാനപ്പം ജോലിയില്ല, എന്നോട് ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു, ഇതുപോലെ ഇവിടെ കല്യാണം ഉറപ്പിക്കുകയാണ്. അപ്പൊ എനിക്കറിയില്ലല്ലോ ഇത് എന്തുവാന്നൊന്നും അറിയില്ല, ഇത് നമ്മൾ വിട്ട കാര്യമല്ലേ, ഫോൺ സൗകര്യങ്ങളും ഒന്നുമില്ല, അപ്പൊ നമ്മൾ ഒന്നും അറിയുന്നില്ല ഞാനിതൊന്നും. എനിവേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാണ് സംഗതി. ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വിവരം ലഭിച്ചു. വൈകുന്നേരം പിന്നെ പാസ്റ്റർ കെ സി അലക്സാണ്ടർ സാറിനെയും കൂടെ വിളിച്ചു വരുത്തി. അങ്ങനെ അവരെല്ലാവരും കൂടെ ഞാനില്ലാതെ അവരുടെ വീട്ടിൽ വെച്ച് രേഖയൊക്കെ കൈമാറി വിവാഹത്തിനുള്ള. അതാണ് അവിടെ നടന്നത്. അതിനുശേഷം എൻ്റെ ബ്രദേഴ്സ് വന്ന് എന്നോട് പറഞ്ഞു, ഇതുപോലെ കല്യാണം ഉറപ്പിച്ചു, ഇനി ജീവിതത്തിൽ എന്ത് വന്നാലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല, ഇനി 1 വർഷം 2 വർഷം കഴിയുമ്പം എന്തെങ്കിലും പ്രശ്നമാണെന്നും പറഞ്ഞൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവർ വളരെ സന്തോഷത്തോടെയൊന്നും അല്ല, എങ്കിലും മറ്റു നിർവാഹം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവനങ്ങനെ രാത്രിയിൽ തന്നെ തിരിച്ചു പോകാൻ കൊണ്ട് ഇടയായി തീർന്നു. പിന്നെ ഒരാഴ്ചക്കകം വിവാഹം നടന്നു. ഞാൻ വിവാഹത്തിന്റെ 2 ദിവസം മുമ്പ് വീട്ടിൽ കടന്നുപോയി. അപ്പോഴും ഇങ്ങനെയൊക്കെ നടന്നെങ്കിലും തിരുവനന്തപുരത്തുള്ളവർക്ക് ടെൻഷനാണ്, എന്നെ സമയമാകുമ്പോൾ വീട്ടിൽ നിന്ന് വിടുമോ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞോട്ടെ പക്ഷേ അതിനകത്തെ അത്ഭുതം എന്ന് പറയുന്നത്, ഇവര് സഹോദരങ്ങള് ഗ്രേസിയെ പോയി കണ്ടിട്ട് തിരിച്ച് പാസ്റ്റർ കെ ജോസഫിന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ മറ്റാരുമില്ല, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അവർ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് വിവാഹത്തിനല്ലാതെ അതിന് മുമ്പ് ഒരു ഫംഗ്ഷനും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് നടന്നിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ചുരുക്കം വളരെ അതിശയകരം എന്ന് പറയത്തക്ക പോലെ ഞാൻ താഴോട്ട് വീട്ടിൽ വിളിച്ച് വിവരം ഒന്ന് പറയാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ പാസ്റ്റർ കെ ജി മാത്യു താഴെ വരുന്നു.
അങ്ങനെ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരൂടെ വീണ്ടും തിരിച്ച് കയറിപ്പോയി. അങ്ങനെ പയ്യനും പയ്യന്റെ പാസ്റ്ററും മാത്രം പോയി ഉറപ്പിച്ച ഒരു കല്യാണമായത്. ഉറപ്പിച്ച് എഴുത്തുമാറി ഒരു കല്യാണമാണിത്. എന്ന് പറഞ്ഞാൽ കല്യാണ ഉറക്കയുടെ ആ ശുശ്രൂഷ അന്ന് നടന്നു. എഴുത്തുമാറ്റം അന്ന് നടന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേറെ ആരുമില്ല, ഞാനും പാസ്റ്ററും മാത്രം. ഇവരുടെ വീട്ടിൽ നിന്ന് അവരാങ്ങളമാർ 2 പേര്, പിന്നെ പാസ്റ്റർ കെ ജോസഫും പാസ്റ്റർ KC അലക്സാണ്ടറും. ഇവര് ഇത്രയും പേരായിരുന്നു ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ വേറെ ആരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും ആരും കണ്ടിട്ടില്ല. എനിവേ അങ്ങനെയാണ് കല്യാണം ഉറപ്പ് നടന്നത്. എന്നിട്ട് പിറ്റേ ആഴ്ച കല്യാണവും നടന്നു പറഞ്ഞു. പിന്നെ തലേ ദിവസം വീട്ടിലെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് വീട്ടിൽ ചെന്നു. ഒരു വിവാഹം നടക്കുന്ന ഒരു വീട്ടിലെ സാഹചര്യമല്ല, അറിയാമല്ലോ. അപ്പൊ ഒരു എന്താ പറയുന്ന ഒരു മരണവീട് പോലെയായിരുന്നു എന്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ. അപ്പോഴേ വളരെ ദുഃഖത്തിലും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. തലേ ദിവസം മറ്റാരെയും തന്നെ ബന്ധുമിത്രാദികളെ ഒന്നും അറിയിച്ചിട്ടില്ല. എന്റെ ഓൺ സിസ്റ്ററോട് പോലും പറഞ്ഞില്ല. അങ്ങനെ ഈ മലപ്പുറത്തുണ്ടായിരുന്ന എന്റെ ബ്രദറും ഫാമിലി, എന്റെ നേരെ മൂത്ത ബ്രദർ നേവിയിലുണ്ടായിരുന്ന ബ്രദർ മാത്രം, ഈ 2 പേര് മാത്രം വന്നു. അങ്ങനെ മറ്റ് തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ ചർച്ചക്കാരെ, ഞങ്ങളുടെ കൂട്ടുകാരെ, സഭക്കാരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിവാഹം നടക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ വളരെ സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരു ഭവനത്തിലേക്കാണ് കടന്നു വരുവാൻ ഇടയായി തീർന്ന. എല്ലാ സാഹചര്യങ്ങളും നല്ലപോലെ മനസ്സിലാക്കുവാനും അങ്ങനെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു കുടുംബത്തിൽ വന്നു ചേരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയാൽ ഇടയായി തീർന്നു. അതിനുശേഷം തുടർന്ന് ഞങ്ങൾ തിരിച്ചു തൊടുപുഴ ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം കടന്നുപോയി. അവരൊക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങള് ഏത് കണ്ടുകൊണ്ട് കണ്ടാലും ഞങ്ങൾ അത് പ്രശ്നമില്ലാതെ ഞങ്ങൾ എല്ലാ വീടുകളിലും എല്ലാ വെക്കേഷനും പോകുമ്പം അടുത്ത ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോവുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. 1 മാസത്തിന് ശേഷം പ്രിയപ്പെട്ടവൻ സൗദിക്ക് തിരിച്ചുപോയി. ഞാൻ തിരുവനന്തപുരത്തും തിരിച്ചു വന്നു. പിന്നീടുള്ള യാത്ര തുടരുന്നത് സൗദിയിലാണ്. പലതരത്തിൽ എന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ കർത്താവിദാസൻ അവിടെ നടത്തി. എന്നെ കൊണ്ടുപോകാൻ ഉടനെ തന്നെ കൊണ്ടുപോകാന്നുള്ള ഒരു താല്പര്യത്തിലും പ്ലാനിങ്ങിലും ഒക്കെയാണ് വന്നതെങ്കിലും ഒന്നും ചിന്തിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ഫേസ് ചെയ്യുന്നേ നാട്ടില്. അപ്പം ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടില് ഗൾഫിനോടും അമേരിക്കയോടൊന്നും വലിയ അങ്ങനെ ഒരു കാര്യമില്ലാത്തൊരു നാടാണ്. മിക്കവാറും ഒക്കെ എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയീസും നാട്ടിലുള്ള സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കുക എന്നുള്ള ഒരു ചുറ്റുപാടില്ല ഞങ്ങളൊക്കെ ജീവിച്ചതും വളർന്നതും. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ഒറ്റയ്ക്ക് അവിടെ എവിടെയും കഴിയുന്നു എന്നൊക്കെയുള്ള ഫീലിങ്, പല ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ആയി. എന്തിനു പറയുന്നു, പല കാര്യങ്ങളും ശ്രമിച്ചു, എല്ലാം നടക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതങ്ങ് മാറിപ്പോവും. ദൈവത്തിന്റെ കൃപ. ദൈവം മുന്നമേ സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണല്ലോ. ഏറ്റവും ഭംഗിയായിട്ടുള്ള തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം കരുതുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ അല്പം താമസിച്ചെങ്കിലും ഒരു 1 വർഷം 1.5 വർഷത്തിനകത്ത് എനിക്ക് മിനിസ്ട്രിയുടെ സെലക്ഷനിൽ സൗദിയിൽ കടന്നു പോകാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നു. ODPCയുടെ ത്രൂവില് നല്ല ഒരു പൊസിഷനിൽ പോകാൻ ദൈവം സഹായിച്ചു. അതാണ് അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് അടുത്തൊരു സ്റ്റോറിയാ. അതും സ്വർഗത്തിലെ ദൈവം വളരെ അത്ഭുതമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാന് ഇവിടെ ബാബുച്ചാൻ ജദ്ദയിലായിരുന്നു. ഞങ്ങൾക്ക് ODPC മിനിസ്ട്രിയുടെ സെലക്ഷൻ നടക്കുമ്പം അത് പലപ്പോഴും ഹോൾ കിങ്ഡം സൗദി അറേബ്യക്ക് വേണ്ടിയാണ് സെലക്ഷൻ നടക്കുന്നത്. ഞങ്ങൾ റിയാദിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ അറിവില് മിനിസ്ട്രിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ജദ്ദയിലേക്ക് ഒരു പോസ്റ്റിങ്ങും ഇല്ല. റിയാദിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. ഞങ്ങൾ ഒരു ഗ്രൂപ്പിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പം ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് ഞങ്ങൾ റിയാദിൽ വന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് മറ്റാരോടും സംസാരിക്കാനോ ഒന്നിനും കാണാനുള്ള പെർമിഷൻ ഒന്നും അപ്പോഴില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങളെ പുറത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിദാസൻ അവിടെ ജദ്ദയിൽ റിയാദിൽ വന്നു. എയർപോർട്ടിൽ വന്നെങ്കിലും കാണിച്ചതൊന്നുമില്ല. ഞങ്ങളെ വണ്ടിയെ കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഓഫീസിൽ, ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഓഫീസിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവൻ അവിടെ കടന്നു വന്നു. അവിടെ നിന്നൊരു ലെറ്റർ കൊടുത്തല്ലേ, ഒരു ലെറ്റർ അറബിയിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ വൈഫ് ഈ കൂട്ടത്തിലുണ്ട്, പുള്ളിക്കാരത്തേക്ക് ജദ്ദയ്ക്ക് കൊടുക്കാമോ, പോസ്റ്റിംഗ് കൊടുക്കാം. അപ്പൊ അവിടുന്ന് എല്ലാവരെയും പല സ്ഥലത്തേക്ക് വിടുന്നത് ഈ മെയിൻ സെന്ററിൽ നിന്ന്. അപ്പം ആദ്യം അവർ നോ പറഞ്ഞു തോന്നല്ലേ. അവർ പറഞ്ഞു അന്ന് നടക്കില്ല എന്ന് പറഞ്ഞു. ചുരുക്കം പറയാ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് അവർ പേപ്പർ വർക്ക് എല്ലാം ശരിയാക്കിയത് ജദ്ദയിലേക്ക് ശരിയാക്കി തന്നു.
അപ്പം ജദ്ദയിലേക്ക് എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സമാധാനമായിട്ട് പോന്നു. സാധാരണ കേസിൽ ഇങ്ങനെ വരുന്നവർ, ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നവർ, അവർക്ക് അവരുടെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി, അവർ ഭയങ്കര പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഒക്കെ അല്ലേ, അവരുടെ അക്കോമഡേഷനിൽ അവർ കൊണ്ടുപോകും. എവിടെ സ്ഥലത്ത് പോസ്റ്റിംഗ് ആയോ അതിനുശേഷം മാരീഡ് ആയിട്ടുള്ളവർക്ക് പ്രത്യേക അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഒരു ട്രാൻസ്ഫർ ഒക്കെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ആരെങ്കിലും മ്യൂച്വൽ ട്രാൻസ്ഫറിന് വേണം, അതിന് സ്പെഷ്യൽ പെർമിഷൻ വേണം. അങ്ങനെ ഒരു സിറ്റിയിലാണെങ്കിൽ പോലും ഇതിന്റെ പേപ്പർ വർക്കുകളൊക്കെ ഒരു വലിയ ബിഗ് പ്രോസസ്സാണ്. അതിന് പെർമിഷനൊക്കെ കിട്ടി പുറത്ത് താമസിക്കാൻ സൗകര്യം കിട്ടുന്നതിന് മാസങ്ങളും വർഷങ്ങളും എടുക്കും ചിലപ്പോൾ. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി മുന്നമേ കരുതിയിരുന്നത് കൊണ്ടും എല്ലാവരുടെയും ഉള്ളങ്ങളിൽ പ്രവർത്തിച്ചു. എനിക്ക് അന്ന് ജദ്ദയിലേക്ക് തന്നെ പോസ്റ്റിംഗ് കിട്ടി. ജദ്ദയിൽ വന്ന് ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ കർത്താനദാസൻ അവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അവിടെ മിനിസ്ട്രിയുടെ തന്നെ ഒരു ക്ലിനിക്കുണ്ട്. അവിടെ ചെന്നു വെയിറ്റ് ചെയ്ത്. അപ്പൊ അവിടെ ഇരിക്കുന്ന 2 സൗദികളുണ്ട്. വലിയ അവർക്ക് അറബി അല്ലാതെ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അവരോട് പറഞ്ഞു, ഇതുപോലെ എന്റെ വൈഫ് ഇങ്ങനെ വരുന്നുണ്ട്, ഞാനൊന്ന് സംസാരിച്ചോട്ടെ, കണ്ടോട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഓ അതൊന്നും പറ്റില്ല, അല്ലല്ലോ, ഭയങ്കരമായിട്ട് അവരിങ്ങനെ റഫല്ലേ ആൾക്കാരെ, അതൊന്നും പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് ആദ്യമേ പറഞ്ഞു. 2 പേരുണ്ടായിരുന്നതിൽ ഒരാളുടെ ഉള്ളിൽ ദൈവം അങ്ങ് പ്രവർത്തിച്ചു. അവർ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അവർ കണ്ടോട്ടെ, അവനങ്ങ് കൊണ്ടുപോക്കോട്ടെ, അവർ വീട്ടിൽ പോയി താമസിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇവർ 2 പേരോട് അറബിയിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ട് അവസാനം ചോദിച്ചു, ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിനക്ക് വണ്ടിയുണ്ടോ എന്ന് പറഞ്ഞു. അവർ ഒരു സഹോദരനെയും കൂട്ടിയായിരുന്നു വന്നത്. വണ്ടിയുണ്ടോ, വീടൊന്നും വന്നില്ല, അക്കോമഡേഷനിലാണ് താമസിക്കുന്നത്. പക്ഷെ ചർച്ച് റുവൈസിലെ ആരാധന നടക്കുന്ന വീടുണ്ട്. അവിടെ ഒരു ബാച്ചിലർ ഒരു ബ്രദർ അങ്കിളാ താമസിക്കുന്നത്. അപ്പം അങ്ങോട്ട് വന്നായിരുന്നു. അപ്പം എവിടെയാണെങ്കിലും നമുക്ക് താമസിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വീടുകളൊക്കെ ഉണ്ടല്ലോ, അതൊരു പ്രശ്നമല്ലാത്തത് കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് അവരെ ഏതാണ്ട് രേഖയൊക്കെ അവർ തന്നെ അറബിയിൽ ഏതാണ്ട് പേപ്പറൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒപ്പിട്ടാരെന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ്, ഇക്കാമയുടെ കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, കൂടെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഞങ്ങളോട് വേറെ ആരോടും മിണ്ടരുത്, ആരുടെയും കൂടെ അങ്ങനെയൊക്കെ ഉള്ള നിയമങ്ങളല്ലേ, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ, ഇവിടെ പേടി എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഉള്ള ഇതിനോടൊക്കെ. അങ്ങനെ ഇത് 40 വർഷത്തിന് മുമ്പുള്ള ഏകദേശം 35 വർഷത്തിന് മുമ്പുള്ള കാര്യമായി പറയുന്നേ. ഇപ്പം അവസ്ഥകൾക്കൊക്കെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അന്ന് ഇത് തമ്മിൽ അവിടെ വെച്ച് സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു. എല്ലാം ദൈവം. തന്നെയുമല്ല, അതിനകത്ത് വേറൊരു ദൈവനാമത്വത്തിന് വേണ്ടി ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ജദ്ദയിൽ ആരാധിച്ചുകൊണ്ടിരുന്നതായ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ കുടുംബം എക്സിറ്റിൽ നാട്ടിൽ പോന്നു. നമുക്ക് ആരാധിക്കാൻ അവിടെ സ്ഥലമില്ലാതെ വന്നു. അപ്പം ഞാൻ ഒരു ദിവസം എഴുന്നേറ്റ്, ഒരു പോഷനെ പോലെ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ഗ്രേസിക്ക് ഇങ്ങോട്ട് വരാൻ സെലക്ഷൻ ആയിട്ടുണ്ട്. ദൈവം അനുവദിച്ച് ജദ്ദയിൽ വരാനിടയായാൽ, ജദ്ദയിൽ ഇവിടെ റുവൈസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ പോസ്റ്റിംഗ് ലഭിക്കാനിടയായാൽ ഞങ്ങൾ കുടുംബമായി ഇവിടെ താമസിച്ച് ആരാധന തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ. അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം ചിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട്, സഭായോഗം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആലോചനാ യോഗം ഉണ്ടായിരുന്നു. ആലോചനാ യോഗത്തിൽ ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, ബ്രദർ ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഹോൾ സൗദി അറേബ്യക്ക് വേണ്ടി എല്ലാവർക്കും ഒരു ചിന്തയുണ്ടായി, ഈ പുള്ളിയുടെ ഒരു അമിതമായ ആഗ്രഹം അല്ലേ, കാരണം നടക്കാത്തൊരു ആഗ്രഹം. അതെ, ഹോൾ സൗദി അറേബ്യക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സെലക്ഷനാണ്. അതിൽ തന്നെ ജദ്ദയിൽ വരണം, ജദ്ദയിൽ തന്നെ റുവൈസിലെ ക്ലിനിക്കിൽ ഇത് അപ്പോയിന്റ്മെന്റ് കിട്ടണം. ഇറ്റ് ഈസ് ക്വൈറ്റ് ഇമ്പോസിബിൾ ബ്രദർ, ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞ് അവർ റൈറ്റ് ഓഫ് ചെയ്ത വിഷയമായിരുന്നു. എന്നാൽ നമ്മൾ എവിടെ പോസ്റ്റിംഗ് വേണമെന്ന് ആഗ്രഹിച്ചോ അവിടെ ദൈവം പോസ്റ്റിംഗ് തന്നു. ഞങ്ങള് ആദ്യ ദിവസം ഗ്രേസി പറഞ്ഞതുപോലെ ജദ്ദയിൽ കാല് കുത്തിയ ദിവസം മുതൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുവാൻ ദൈവം വഴിയൊരുക്കി. അങ്ങനെ ആ ഭവനത്തിൽ ആരാധന തുറന്നു കൊണ്ടുപോയി. അപ്പൊ എയർപോർട്ടിൽ നിന്ന് ഞങ്ങള് പിന്നെ ഭവനത്തിലേക്ക് വന്നു. പിറ്റേ ദിവസം കറക്റ്റ് രാവിലെ 8 മണിക്ക് ഓഫീസിൽ എത്തിയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഓർഡർ, അതാണ്. അപ്പം നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ, പിന്നെ അതിനനുസരിച്ച് അപ്പം നമ്മൾ റെഡി ആയിട്ടാണ് അപ്പൊ പോകുന്നത്. നമ്മൾ പാക്ക് ചെയ്തപ്പം പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലും. ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലേക്കാണെന്നുള്ള അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ നമ്മൾ ഡോമിൽ പോകണം, പിന്നെ പെർമിഷൻ എടുക്കണം. എന്തായാലും ജദ്ദ വരെ വന്നല്ലോ, അങ്ങനെ സമാധാനത്തിലായിരിക്കുന്നത്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഞങ്ങള് ഇതുപോലെ ഒരു കാര്യം ചെയ്തു. ഈ റുവൈസിൽ ഈ പറഞ്ഞ ക്ലിനിക്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട്
അവിടുത്തെ മുദീറിനെ ഒന്ന് കണ്ടിങ്ങനെ സംസാരിച്ചിട്ട് ബാബുച്ചാൻ ഇങ്ങനെ പറഞ്ഞു, ഇതുപോലെ എൻ്റെ വൈഫാണ്, ഇന്നലെ വന്നതേ ഉള്ളൂ, പുതിയ അപ്പോയിൻമെന്റ് ആയിട്ട് വന്നേക്കാണ്, ഇവിടെ പോസ്റ്റിംഗ് വല്ലതും പൊസിഷൻ വല്ലതും ഓപ്പണിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം പുള്ളി സൗദി ഡോക്ടറാണ്, നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും, പുറത്തൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, അപ്പം ഡോക്ടറും ഒക്കെയാ. അപ്പം അപ്പൊ എങ്ങനെയാ വന്ന വിവരങ്ങളൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി, അപ്പൊ ഞങ്ങൾക്ക് വണ്ടിയില്ലല്ലോ, വണ്ടിയൊന്നുമില്ല, പുള്ളിയുടെ കാറിൽ ഞങ്ങളെ കയറ്റി ഓഫീസിൽ കൊണ്ടുപോയി, ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫീസിൽ കൊണ്ടുപോയി. ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല, ഞങ്ങളോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പുള്ളി തന്നെ ഈ പേപ്പറിൽ പോകേണ്ട എല്ലാ ടേബിളിലും കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് തിരിച്ച് പുള്ളിയുടെ വണ്ടിയെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. പിറ്റേ ദിവസം മുതൽ ജോലിക്ക് വന്നോളാൻ പറഞ്ഞു. ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല. പുള്ളി പറഞ്ഞു എല്ലാം എവറിത്തിങ് ഇസ് ഡൺ, യു ആർ വർക്കിംഗ് ഹിയർ ഫ്രം ടുമോറോ എന്ന് പറഞ്ഞ് പുള്ളിയുടെ വണ്ടിയെ തന്നെ തിരിച്ചു കൊണ്ടുവന്ന്. ഭയങ്കര അത്ഭുതകരമായിട്ട് കേട്ടവർക്കെല്ലാം ഇതൊരു കഥ പോലെ തോന്നിയത്. ഇതൊക്കെ എന്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല സൗദി അറേബ്യയിൽ ഇങ്ങനെയൊന്നും. അങ്ങനെ സ്വർഗത്തിലെ ദൈവം തന്റെ നാമമഹത്വത്തിന് വേണ്ടി അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ അന്ന് മുതൽ അപ്പൊ ഞാൻ വന്ന് ജദ്ദയിലെ ജീവിതം തുടങ്ങുന്നത് ആരാധന നടക്കുന്ന ഭവനത്തിലാണ്. ആരാധന നടക്കുന്ന ഭവനത്തിൽ താമസിച്ചുകൊണ്ട് ആയിരിക്കാൻ തൊക്കെ ദൈവം സഹായിച്ചു. ഒത്തിരി കാര്യങ്ങൾ ഞാൻ അവിടെ പഠിച്ചു. മീൻസ് ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് മുതൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് നിന്ന് പഠിച്ചു. ഒന്നും അറിയാതെ വന്ന എന്നെ എല്ലാ കാര്യങ്ങളും കുക്കിംഗ് വരെ പഠിപ്പിച്ചത് ജദ്ദയിലെ സഹോദരന്മാരാ. അങ്ങനെയുള്ള നല്ല ഒരു സമയം ലഭിച്ചു. അതിനുശേഷം ചില പ്രത്യേക സാഹചര്യത്തിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ശുശ്രൂഷയിൽ ആയിത്തീരുവാൻ കൊണ്ടും ഇടയായി തീർന്നു. ആ കാര്യം ഡാഡി തന്നെയാണ് പറഞ്ഞു. അപ്പൊ 88 ഫെബ്രുവരിയിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 89 ഗ്രേസി ഇവിടെ വന്നു. 91 ഞങ്ങളുടെ ആദ്യത്തെ മകളുണ്ടായി. 92 ആയപ്പോഴേക്കും അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്. പക്ഷേ 92 ആയപ്പോഴേക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഒരു കൂട്ടായ്മ ഒരു 7 പേരോടുകൂടെ ഞങ്ങൾ തുടങ്ങേണ്ടി വന്നു. അതിൽ നന്നായി വചനം സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന പാസ്റ്റർ ഒരുപക്ഷെ അറിയുമായിരിക്കും, ജോൺ എൽസദായ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ടല്ലോ. അദ്ദേഹമായിരുന്നു അവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. പുള്ളി ശുശ്രൂഷകനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകും, നമ്മളിങ്ങനെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ ഉള്ളതായ ചിന്തയായിരുന്നു. പക്ഷേ അവിടെ ആലോചനാ യോഗം വന്നപ്പോൾ അവരെല്ലാം കൂടെ എന്നെ ശുശ്രൂഷകനാക്കി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമായിരുന്നില്ല. എന്തായാലും നിർബന്ധത്താൽ ക്രൂശിയോന്നതുപോലെ നമ്മൾ അത് ഏറ്റെടുത്തു. 6 മാസത്തിനകം ഈ ബ്രദർ ജോൺ എൽസദായി, പുള്ളി നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അദ്ദേഹം ഇനി അമേരിക്കയ്ക്ക് പോന്നു, അവർ കുടുംബമായിട്ട്. നമ്മുടെ ഒരു ചിറകറ്റു പോയതുപോലായി. പിന്നെ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് അവിടെ ശുശ്രൂഷിച്ചു. പാസ്റ്ററെ 92 മുതൽ 2000 വരെ അവിടെ ശുശ്രൂഷിച്ചു. ഞങ്ങൾ 7 പേരെ കൊണ്ട് തുടങ്ങിയതായ കൂട്ടായ്മ ഏകദേശം 70 പേരോളമുള്ളതായ ഒരു വലിയ സഭയായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ക്രിസ്ത്യൻ വർക്കറാണെന്നുള്ള വിവരം കമ്പനിയിൽ അറിഞ്ഞിട്ട് എനിക്ക് ടെർമിനേഷൻ കിട്ടുകയായിരുന്നു. എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട്, പക്ഷെ ഇത് പറയുന്നെങ്കിലും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, നീ ഒരു ഡിമാൻഡ് ലെറ്റർ കൊണ്ടുപോകാൻ, ഞങ്ങൾ റിലീസ് തരാം. കാരണം അവർക്കറിയാം ഗ്രേസി ജോലി ചെയ്യുന്നു, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിച്ച വിഷയങ്ങൾ, അത് പിന്നീട് അല്ലെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ എവിടെ നിന്ന് ഡിമാൻഡ് ലെറ്റർ മേടിച്ചുകൊണ്ട് വന്നാലും, ഇൻഫാക്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ തന്നെ പേരന്റ് കൺസേണിൽ എനിക്ക് സെയിം സാലറിയോടെയും സെയിം ഫെസിലിറ്റിയോടെയും മറ്റ് അലവൻസോടും ഒക്കെ ചേർന്ന് അതുപോലെ ഒരു പൊസിഷൻ കിട്ടിയതാ. പക്ഷേ ഡിമാൻഡ് ലെറ്റർ കൊണ്ട് ഇവിടെ വന്നപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു, ഹി ഹാസ് ബീൻ ടെർമിനേറ്റഡ് ഓൺ ദിസ് ഗ്രൗണ്ട്, ഹൗ കം യു ആർ ഗിവിംഗ് ഹിം എംപ്ലോയ്മെന്റ്. അങ്ങനെ ആ വാതിലുകളെല്ലാം അടച്ചു. പക്ഷേ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ടെർമിനേഷൻ നോട്ടീസ് കിട്ടിയപ്പോഴേ ഐ വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് മൈ മിനിസ്ട്രി ദെയർ ഈസ് ഓവർ ആൻഡ് ഗോഡ് നീഡ് മീ സംവെയർ എൽസ്. അതുകൊണ്ട് ഞാൻ പ്രൈസ്തലോട് അപ്പം ആദ്യമേ ഞാൻ സ്തോത്രം പറഞ്ഞ് ഈ ടെർമിനേഷൻ ലെറ്റർ സൈൻ ചെയ്ത് മേടിച്ചു. പിന്നെ ആ സ്തോത്രം അവർക്ക് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് പ്രൈസ് ദ ലോർഡ് എന്ന് ഇംഗ്ലീഷിൽ കൂടെ പറഞ്ഞ് ഞാൻ ടെർമിനേഷൻ നോട്ടീസ് സൈൻ ചെയ്ത് മേടിച്ചത്.
അങ്ങനെ എന്നിട്ട് പിന്നെ ഏകദേശം 1 വർഷത്തോളം ഞാൻ ജോലിയില്ലാതെ നിൽക്കേണ്ടി വന്നു. ഗ്രേസി കണ്ടിന്യൂ ചെയ്തു. പിന്നെ സഭ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. വളരെ വളരെ നന്നായി സഭ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ട്രമിഷൻ നോട്ടീസ് കിട്ടുന്നത്. സഭ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയെങ്കിലും എനിക്ക് മനസ്സിലായി നമ്മുടെ അവിടുത്തെ ശുശ്രൂഷ അവസാനിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ഇതിനിടയ്ക്ക് 95 ഗ്രേസി CGFNS കാര്യം പറഞ്ഞു. അപ്പൊ ഇതിനോടകം ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഞങ്ങളെ അറിയാത്ത ഒരു ദേവദാസൻ അവിടെ, പപ്പ ദേവദാസന്മാരൊക്കെ അവിടെ വരാൻ വിസിറ്റിങ്ങിനൊക്കെ തുടങ്ങിയ ഒരു സമയം, ഒരു ദേവദാസൻ അവിടെ വന്നപ്പോ ഒരു ആലോചന ഉണ്ടായിരുന്നു. 3 മാസം ഇവിടുന്ന് ഒരു പുറപ്പാട്. ഇപ്പൊ ഞങ്ങളന്ന് പോരാനുള്ള പ്ലാനിലൊന്നുമല്ല. ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങള്. അന്ന് ഇളയമോൻ ഉണ്ടായിട്ടുമില്ല, ജോഷം ഉണ്ടായിട്ടില്ല. അപ്പം ആ സമയത്ത് 3 മാസം ഇവിടുന്ന് ഒരു പുറപ്പാടുണ്ട് എന്നുള്ള ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു നിവർത്തീകരണം കൂടി ആയിരുന്നു അത്. എന്നാൽ ഇതിനെല്ലാം മുമ്പേ ഇത് അമേരിക്കയ്ക്ക് അങ്ങ് പോരണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടൊന്നുമല്ല, CGFNS പാസ്സായിരുന്നു. അതും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങൾ 2-3 പേര് കൂടി ഒന്ന് ഉത്സാഹിച്ച്, ഒരാളൊന്ന് ചൂടാക്കി, ഞങ്ങൾ 2-3 പേര് കൂടി ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി. പല സമയത്താണ് എക്സാം എഴുതിയതെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി. അവിടെ ഇരുന്ന് ഈ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് ജോലിയുടെ ഇടയ്ക്ക് ഒക്കെ ഇരുന്ന് പഠിച്ച് ജോലി ചെയ്യുമ്പോഴേ ഞാൻ എൻ്റെ ജോലി ദൈവത്തിന്റെ കൃപയാൽ വളരെ സുഖമായ ജോലി, ഒരു ക്ലിനിക്കിലാണ്. അപ്പൊ രാവിലെ ഉച്ച വരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയ വീട്, ജസ്റ്റ് നെക്സ്റ്റ് അപ്പാർട്ട്മെന്റ്, അങ്ങനെയായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ട് 3 മണിക്കൂർ ഉച്ചയ്ക്ക്, പിന്നെ ഈവനിങ്ങിൽ. അപ്പൊ അവിടെ അധികം ജോലിയൊന്നുമില്ല. അവിടെ ഇരിക്കുന്ന സമയത്താ, വീട്ടിൽ വന്ന് പഠിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അവിടെ ഇരുന്ന് ഉള്ള ഒരു ബുക്ക് എടുത്ത് പഠിച്ചാണ് CGFNS എഴുതി പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. പക്ഷെ ഇത് പാസ്സായെങ്കിലും ഇവിടെ ഇത്ര നല്ലൊരു സാഹചര്യം, 2 പേർക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അതിലൊക്കെ സന്തോഷകരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും എന്നും മിക്കവാറും മീറ്റിങ്ങുകളുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സീക്രട്ട് ചർച്ചകളൊക്കെ ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് മിക്കവാറും കൂട്ടായ്മകളും നല്ല അനുഗ്രഹിക്കപ്പെട്ട സഭ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കുഞ്ഞുങ്ങൾ 2 പേര്, മൂത്ത മോള് 2 പേര് പഠിക്കുന്നു. അപ്പോഴേക്കും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് 4 കുഞ്ഞുങ്ങളെ തന്നു. മൂത്ത 2 പെൺമക്കള്, ഇളയ 2 ആൺപിള്ളേര്. ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് ഒരു സഹോദരി ഉണ്ടായിരുന്നു അവിടെ, ഒരു മുസ്ലിം സിസ്റ്ററെ അവിടുന്ന് കിട്ടിയതാണ്. അപ്പം ഇപ്പോഴും വീട്ടിൽ ആളുണ്ട്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയം. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഈ CGFNS പാസ്സായെങ്കിലും ഇങ്ങോട്ട് പോരാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇത് പാസ്സായ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ, കിട്ടുമ്പോൾ ഞങ്ങളുടെ ഇളയ കുഞ്ഞിന് 2 മാസം പ്രായം. പിന്നെ ഞങ്ങൾ ഇതിനോടകം ട്രിവാൻഡ്രത്ത് ഒരു കൊച്ചു വീട് വെച്ചിരുന്നു തിരുവനന്തപുരത്ത്. ഞാൻ സൗദിക്ക് പോരുമ്പോൾ ഗവൺമെന്റ് സർവീസിൽ കയറി 10 വർഷത്തെ ലീവ് എടുത്താണ് ഞാൻ പോകുന്നത്. തിരിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 10 വർഷം വല്ലതും സൗദിയിൽ ഗൾഫിൽ ജോലി ചെയ്ത് ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ താമസിക്കാം എന്നുള്ള നിലപാടില് അങ്ങനെ ഒരു വീടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കും അളവിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വീട് വെച്ചതല്ലാതെ ഞങ്ങൾക്ക് കാര്യമായ സമ്പാദ്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് വന്നൊരു കാര്യമല്ലേ. അപ്പൊ എന്തായിരുന്നു പറഞ്ഞാലും ഈ ഫ്രണ്ട് തന്നെ, ഞങ്ങൾ ഒന്നിച്ച് പരീക്ഷ എഴുതിയതായ എൻ്റെ കൂട്ടു സഹോദരി എന്ന് പറയാം. ഞങ്ങൾ വിശ്വാസത്തിലൊക്കെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഇപ്പൊ പ്രിയപ്പെട്ടവള് തന്നെ പറഞ്ഞു, അവിടെ ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ട്. അവർ ത്രൂവില് ഇപ്പൊ ഒരു പ്രോസസ്, അത് മദ്രാസിലുള്ള ഒരു ഏജന്റ് വഴി ഇങ്ങനെ അവരുടെ ഈ അമേരിക്കൻ ഡെലിഗേറ്റ്സ് ഇന്ന ദിവസങ്ങളിൽ വരുന്നുണ്ട്, എന്തായാലും CGFNS പാസ്സായതല്ലേ, ഞാനൊന്ന് വിളിച്ചു ചോദിക്കാം എന്നും പറഞ്ഞ് അവള് തന്നെ എനിക്ക് വേണ്ടി ഏജന്റ് എടുത്ത് വിളിച്ചു ചോദിച്ചപ്പോൾ CG പാസ്സായതാണെങ്കിൽ പോരെ, ഒന്നും നോക്കണ്ട പോരെന്നും പറഞ്ഞ് ഞാനൊരു 3 months-ആയി 6 മാസമായ മോനെയൊക്കെ ഇട്ടിട്ട് ബോംബെയിൽ അന്ന് ഒരാഴ്ചത്തെ അവധിക്ക്, ഒരു 3 days കണ്ട് അവധിക്ക് വന്ന്, അത് സൗദിയിൽ നിന്നും ഒരു അവധിക്ക് പെട്ടെന്ന് വരിക എന്നൊന്നും പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മുടെ ഓഫീസിൽ പോയി എക്സിറ്റ് റീ എൻട്രി ഒക്കെ അടുപ്പിച്ച്, അത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ അത് ചെയ്യണം, നമുക്ക് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റില്ലല്ലോ. അതെല്ലാം ചെയ്ത് വന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇതിനോടകം ശരിയായി. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 1 വർഷം ഈ ജോലി നഷ്ടപ്പെട്ട് 1 വർഷം കൂടെ എൻ്റെ കോൺട്രാക്ട് തീരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. എൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങള് കുടുംബമായിട്ട് 2000 മാർച്ചില് ഞങ്ങള് 3-ാം വർഷം 3-ാം മാസം
ആ ദൈവം അന്ന് ആലോചന പറഞ്ഞതുപോലെ ഞങ്ങൾ മടങ്ങി നാട്ടിലെത്തി. അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച വീട്ടിൽ ഒരു 1.5 വർഷത്തോളം താമസിച്ചു. ഞങ്ങളുടെ വിസ ഗ്രീൻ കാർഡ് വിസ തന്നെയായിരുന്നു പ്രോസസ്സ് ചെയ്തത് അവര്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു. എങ്കിലും ഞങ്ങൾക്ക് ഒന്നിച്ച് ഫാമിലിക്ക് മുഴുവനായിട്ട്, അതും ദൈവത്തിന്റെ ഒരു വലിയ കാരണം, എല്ലാവർക്കും ഒന്നിച്ച് വിസ കിട്ടുവാൻ ഇടയായി തീർന്നു. വിസ കിട്ടിയെങ്കിലും ഞങ്ങളുടെ ഏജന്റ് പറഞ്ഞിരുന്നു, തനിയെ വന്ന് ഇവിടെ വന്ന് എൻക്ലക്സ് എഴുതാതെ ജോലിക്ക് കയറാൻ പാടാ, കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ടീമിൽ അന്നും കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിൽ ഗ്രൂപ്പിലുണ്ടായിരുന്നല്ലേ, ഞാൻ തന്നെ വന്നു. 2001 ഒക്ടോബറിലാണ് ഞാൻ അമേരിക്കയിൽ ആദ്യം വരുന്നത്. ഒരു കാര്യം ഒന്ന് പറഞ്ഞു പാസ്റ്റർ, ഞങ്ങളുടെ ഈ വിസ ഇന്റർവ്യൂ കോള് വന്ന് കൈയിരിക്കുന്നു. ഞങ്ങള് പോകേണ്ടതിന് ഒരാഴ്ച മുമ്പെയാണ് 9/11 സംഭവിക്കുന്നത്. അപ്പോഴ് 9/11 സംഭവിച്ചു. അപ്പം വളരെ ഒരു കൺസേൺ ആയി, ഇനി എംബസി അടയ്ക്കുമോ. എൻ്റെ അനുജൻ എന്നെ വളരെ അങ്കലാപ്പോട് കൂടി വിളിച്ച് പറഞ്ഞു, ചേച്ചാ കേട്ടോ. അപ്പൊ അവർക്ക്, ഞങ്ങൾക്ക് ടി വി ഇല്ല, അവർ വീട്ടിൽ ടി വി കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ചേച്ചാ കണ്ടോ, ഇത് സംഭവം ഇങ്ങനെയൊക്കെ നടന്നിരിക്കുന്നു. എനിക്ക് പക്ഷെ ഒരു കുലുക്കവും ഇല്ലായിരുന്നു. കാരണം നമ്മളോട് വാക്ക് പറഞ്ഞേക്കുന്നത് ദൈവമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി പാസ്റ്ററെ. അതായത് ഞങ്ങൾ സൗദി അറേബ്യയിൽ വെച്ച് തന്നെ ഇങ്ങനെയും കൂടെ ദൂത് വന്നു, ഞാൻ നിന്നെ മഞ്ഞ് പെയ്യുന്ന ദേശത്തേക്ക് അയക്കും. I am going to send you a place where there is not many Malayalis, not many Pentecostals, but I will give you multilingual professional people to worship with you. അങ്ങനൊരു വാക്ക് തന്നാണ്. അതേ മെസ്സേജ് ഞങ്ങൾ നാട്ടിൽ വന്ന് താമസിക്കുന്ന സമയത്തും ഇതേപോലെ ദൂത് വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മെംഫിസിൽ വന്ന് ഇവിടെ തന്നെ ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ തന്നെ ആയിരിക്കുന്നത്. സോ എനിവേ കണ്ടിന്യൂ. ഞാൻ 2001 ഒക്ടോബറിൽ ആദ്യം വാഷിങ്ടണിൽ വന്നു. എനിക്ക് മെംഫിസിലേക്കായിരുന്നു അപ്പോയിന്റ്മെന്റ്. ഞാൻ ആദ്യം വന്നു. എൻ്റെ കൂടെ വേറെ ഞങ്ങൾ 4 പേരാണ് വന്നത്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലുകാർ അക്കോമഡേഷൻ തന്നു. ഞങ്ങൾ അവിടെ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട്, ഇപ്പം എൻ്റെ സാഹചര്യം എന്ന് പറയുമ്പം കൊച്ചു കുഞ്ഞുങ്ങളെ 10 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞുങ്ങൾ, മൂത്ത മോള് 10 years, ഇളയ മോൻ 2.5 വയസ്സ്. അപ്പൊ ഇവരെ എല്ലാം ഇട്ടിട്ടല്ലേ വരുന്നേ. അപ്പൊ വന്നു, എത്രയും വേഗം എൻക്ലക്സ് എഴുതണമെന്നുള്ളതായ ഒരു ആഗ്രഹം. അപ്പം നമ്മളെ കൊണ്ടുവന്നവരെല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തു. കാരണം നമുക്കിവിടെ ഫാമിലീസ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ആരും അറിയാവുന്നവരില്ല. ത്രൂ ഏജൻസി അങ്ങനെ വന്നു. നമുക്ക് വലിയ മുടക്കൊന്നും ഇല്ലാതെ നല്ലൊരു ഏജൻസി ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ എൻ്റെ സകല കാര്യങ്ങളും അവരെ ഏറ്റെടുത്തു. പിന്നെ ബാക്കി ഫാമിലിക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ വന്ന് ഇവിടെ താമസം ഇതെല്ലാം ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അവർ ഒരുക്കി തന്നു. വന്ന് 1 മാസത്തിനകം തന്നെ എൻക്ലക്സ് എഴുതാൻ കർത്താവ് ബലം തന്നു. ഇവിടെ ജോലി ചെയ്തുകൊണ്ട്, നമുക്ക് അന്ന് നേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, നമ്മൾ ലൈസൻസ് എടുക്കാത്തതുകൊണ്ട് നേഴ്സ് ടെക്കായിട്ട് അവർ ജോലി ചെയ്തു. അതിനിടയ്ക്ക് അവരുടെ ഹോസ്പിറ്റലിൽ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ തന്നു, പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. പഠിച്ചു 1 മാസത്തിനകം അവർ തന്നെ എല്ലാം ശരിയാക്കി എക്സാം എഴുതാനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നു. ദൈവത്തിന്റെ മഹാകരുണയാൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ എൻക്ലക്സ് പാസ്സാകുവാൻ, മറ്റ് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ പാസ്സാകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഞാൻ എക്സാം എഴുതിയതിന്റെ പിറ്റേ ദിവസം ഇവർ ബാക്കിയുള്ളവരും വന്നു. ഭവിച്ചാനും കുഞ്ഞുങ്ങൾ 4 പേരും കൂടെ ഇവിടെ വരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. ഞങ്ങൾ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസം തുടങ്ങി. ഇവർ ഭവനത്തിലായിരിക്കുന്നു. ഞാൻ പിന്നെ തുടർന്നുള്ള ജീവിതം പിന്നെ ഒരു ന്യൂ ലൈഫ് അല്ലേ, എല്ലാം പുതിയത്, എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങള്, എല്ലാ സാഹചര്യങ്ങളിലും എങ്ങനെയൊക്കെയാ കഴിഞ്ഞതെന്ന് അറിയത്തില്ല. ദൈവം ഓരോ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കൃപ തന്നു. ഞങ്ങൾ 1 വർഷത്തോളം അവിടെ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചു. നടന്നു പോയാൽ മതിയായിരുന്നു. അതുപോലെ എന്നെ പോലെ തന്നെ വന്ന കുറെ ഫാമിലീസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം ബാബുച്ചാൻ ഇവരെല്ലാരെയും കൂടെ കൂട്ടി സാറ്റർഡേസിൽ കുഞ്ഞുങ്ങളെ, ഇപ്പം നമ്മള് ഇവിടെ ശുശ്രൂഷയിലൊക്കെ ആയിട്ടിരുന്നവരല്ലേ, അപ്പൊ നമുക്കിവിടെ മലയാളം ചർച്ചില്ല, കമ്മ്യൂണിറ്റി ഇല്ല. അങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബൈബിൾ ക്ലാസ് തുടങ്ങി. ഫ്ലാനൽ ഗ്രാഫ് ഒക്കെ വാങ്ങിച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഗ്രേസി പറഞ്ഞ പോലെ പുള്ളിക്കാരി ആദ്യം വന്നു, പരീക്ഷ എഴുതി, ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സായി. എന്നാൽ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങളിലേക്ക് പോരുകയായിരുന്നു. വിശ്വാസത്താൽ പുള്ളിക്കാരി പാസ്സാകും എന്നുള്ളതായ വിശ്വാസത്തിൽ തന്നെ ഞങ്ങളിങ്ങ് പോരുകയായിരുന്നു. എന്തായാലും ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സായി.
ആം, ഞങ്ങളിവിടെ വരുമ്പോൾ മൂത്ത കുഞ്ഞുങ്ങളെ രണ്ടുപേരെ സ്കൂളിൽ ചേർത്തു. മൂന്നാമത്തെയും നാലാമത്തെ ആൾക്കാർ വീട്ടിൽ തന്നെയായിരുന്നു. ഞാൻ അവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, മൂന്നാമത്തെ ആളെയും കൂടെ സ്കൂളിലാക്കിയാലുടൻ എനിക്ക് ജോലി തരണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ഇവിടെ സ്കൂള് ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ മൂന്നാമത്തെ ആളിനെ സ്കൂളിലാക്കി. അതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ എനിക്ക് ജോലി തന്നു ദൈവം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ അടുത്ത ആഴ്ചയിൽ തന്നെ എനിക്ക് ആദ്യത്തെ ജോലി കിട്ടി. അവിടെ ഒരു മാസത്തോളം ജോലി ചെയ്തപ്പോൾ വേറൊരു കമ്പനിയിൽ നിന്ന് വിളിച്ചു. അവരിന് $2 കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജോലിയിൽ കയറി. അവിടെ ആ കമ്പനിയിൽ ഒരു 6 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. കണ്ടിന്യൂ. ഇവിടെ ദൈവത്തിന്റെ കൃപയാൽ ഇങ്ങനെ ഒരു പുതിയ നാട്ടില് യാതൊരു പ്രയാസങ്ങളും കൂടാതെ, ബുദ്ധിമുട്ടുകളില്ലെന്നുള്ളതല്ല, നമുക്ക് പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്കിലും ജോലികൾ ചെയ്യുന്ന സാഹചര്യത്തിലും കർത്താവ് അതിനുള്ള ബുദ്ധി, ജ്ഞാനവും വിവേകവും ഒക്കെ തന്നു. ഒരു സ്ഥലത്ത് തന്നെ വേറെ എങ്ങും മാറാതെ ഇവിടെ ജോലി ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ട്സ് പലരും ഇവിടെ ഈ അമേരിക്കയിൽ പല സ്റ്റേറ്റുകളായിട്ടുണ്ട്. നമുക്ക് ആരും ഒരു കമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും അവരുടെയൊക്കെ സ്ഥലങ്ങളിലേക്ക്, ഒത്തിരി മലയാളികളൊക്കെ ഉള്ള ഡാളസ്, ഹ്യൂസ്റ്റൺ, ഒക്ലോമ, അവിടെയൊക്കെ പല സ്ഥലത്തേക്കും വിളിച്ചുവെങ്കിലും ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുമ്പോൾ എവിടെന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് ഒരു ആലോചന വരുമ്പോൾ ഇവിടം വിട്ടു പോകരുത്, കർത്താവിന് ഇവിടെ ആവശ്യമുണ്ട്, കർത്താവിന്റെ വേല ഇവിടെ ചെയ്യണമെന്നുള്ള ആലോചന വന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ തുടർന്നു. കുഞ്ഞുങ്ങളെല്ലാം ഇവിടുത്തെ സ്കൂളിലായി. ഇവിടുത്തെ പബ്ലിക് സ്കൂളിൽ തന്നെ എല്ലാവരും പോയി. അവരെല്ലാം ദൈവം പരിപാലിച്ചു. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എല്ലാ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ഇണങ്ങിച്ചേരുവാനുള്ള വിവേകവും അതിനുള്ള കൃപയും ഒക്കെ കുഞ്ഞുങ്ങൾക്കും ദൈവം കൊടുത്തു. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അധികം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ല, മലയാളി കമ്മ്യൂണിറ്റി ഇല്ല, ഇന്ത്യൻ ചർച്ചുകളില്ല. ഞങ്ങൾ ഇംഗ്ലീഷ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കും അളവില് ദൈവത്തിന്റെ ആലോചന പ്രകാരം ഞങ്ങളൊരു കൂട്ടായ്മ ഇവിടെ തുടങ്ങുവാൻ തക്കവണ്ണ സഭ ശനിയാഴ്ചകളിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ശനിയാഴ്ച തോറും ബൈബിൾ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സൺഡേ ആരാധന തുടങ്ങി. ഇതെല്ലാം ദൈവത്തിന്റെ ആലോചന പ്രകാരവും നിയോഗപ്രകാരവുമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തത്. നമ്മൾ ആരാധന തുടങ്ങുമ്പം ഞങ്ങൾ 2 പേര്, ഞങ്ങളുടെ 4 മക്കള് അവരായിരുന്നു ഞങ്ങളുടെ സഭാ മെമ്പേഴ്സ്. അതുകൂടാതെ ദൈവം ആരെങ്കിലും ഒരാളെയും കൂടെ എവിടുന്നെങ്കിലും തരും. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ആരാധന തുടങ്ങി. അതിനുശേഷം ഇവിടെ ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ ചെറിയൊരു ക്ലാസ് റൂം എടുത്തു. അവിടെ ആരാധന. ഇപ്പം ഇവിടെ അമേരിക്കയിലെ സാഹചര്യത്തില് ആരാധന താല്പര്യമൊക്കെ ആണെങ്കിൽ പോലും ബിൽഡിംഗ് ഒരു വലിയ വിഷയമാണ്. ചർച്ച് വീട്ടിൽ ആരാധനയ്ക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സൗദിയിലും നാട്ടിലൊക്കെ ഉള്ളവർക്ക് അത് മനസ്സിലാവുമെങ്കിലും അമേരിക്കയിലുള്ള സാഹചര്യത്തിൽ അത് ഉൾക്കൊള്ളാൻ പലർക്കും പ്രയാസമാണ്. അത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു ചർച്ചിന്റെ ക്ലാസ് റൂമിലോട്ട് മാറുവാൻ കൊണ്ടിടയായി തീർന്നു. അവിടെയും കുറെ വർഷങ്ങൾ ആരാധിച്ചു. അതിനുശേഷം ഇപ്പം ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ ഒരു ചർച്ച് ബിൽഡിംഗ് വാങ്ങിച്ചു. അവിടെ ആരാധന നടക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പോകുന്നു. ദൈവം എത്രത്തോളം സഹായിച്ചു അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞുങ്ങള് പറഞ്ഞല്ലോ, ഞങ്ങൾ മൂത്ത 2 പെൺമക്കളും ഇളയ 2 ആൺമക്കളുമാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അവരിപ്പോ എല്ലാം വലുതായി. അവർ കൊച്ചുങ്ങളായിരുന്ന സമയത്താണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കൾച്ചറില് പല ചേഞ്ചസ് ഒക്കെ വന്നു. സൗദി നാട് ഇങ്ങോട്ടൊക്കെ വന്ന് അതിൻ്റെതായ ടെൻഷൻസും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ വന്നിപ്പോ പുതിയ കൾച്ചർ, ആരും ഗൈഡ് ചെയ്യാനില്ല, ആരോടും ഒന്നും ചോദിക്കാനില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തില് അവരെല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അറിഞ്ഞ്, അവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒത്തിരി ചലഞ്ചസ് അവർക്കും ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് അവരെല്ലാം കൃപ കൊടുത്തു. അവരെ ദൈവപാതയിൽ നടക്കുവാൻ, ദൈവഭയത്തിൽ കുഞ്ഞുങ്ങൾ വളരുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ കൃപയാൽ അവർക്കെല്ലാം നല്ല വിദ്യാഭ്യാസം ദൈവം കൊടുത്തു. എല്ലാവരും ഇപ്പം ജോലിയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് 3 കൊച്ചുമക്കളും ഉണ്ട്. ഇപ്പം അവരെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഞങ്ങള് ഈ ആരാധന തുടങ്ങിയ സമയത്താണെങ്കിലും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾക്ക് അതൊരു വലിയ ടെൻഷനായിരുന്നു. ഇവർക്ക് ആരുമില്ല, സൺഡേ സ്കൂളിലെ കമ്മ്യൂണിറ്റി ഇല്ലാതെ. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പലരും, ഞങ്ങളെ സ്നേഹിക്കുന്ന പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചർച്ച പ്രാർത്ഥനാ കൂട്ടം എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ടായി തീരും. അവർക്കൊരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ പിയർ പ്രഷറൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണ് ഇവിടെ. അവർക്ക് അങ്ങനെ സപ്പോർട്ട് ഇല്ലെങ്കിൽ വഴിതെറ്റി പോകാനും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ്
പലരും ഞങ്ങളെ മറ്റേ രീതിയിൽ ഞങ്ങളോടുള്ള കരുതലുകൾ കൊണ്ടാണ്, ഞങ്ങളോടും കുഞ്ഞുങ്ങളോടുമുള്ള സ്നേഹം കൊണ്ടും കൺസേൺ കൊണ്ടാണ് അവർ പറഞ്ഞത്. എങ്കിലും ഇത് ദൈവത്തിന്റെ നിയോഗവും ദൈവത്തിന്റെ ആലോചനയുമായിരുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നു. ദൈവം കുഞ്ഞുങ്ങളെയും ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്ത് അവരെ നടത്തി, അത് മാത്രമേ പറയാനുള്ളവരെല്ലാം അവർക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തില് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനും മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നതിനും, പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കും, പാടണമെങ്കിൽ പാടും, എല്ലാ കാര്യത്തിലും അവർ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നിന്നു. അത് വളരെ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തോട് ഞങ്ങൾക്ക് വളരെ നന്ദിയും കടപ്പാടും ആ വിഷയത്തിൽ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് അവർ തന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അറിയാമല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും എൻ്റെ ചെറുപ്രായത്തിലൊന്നും അനുഭവിക്കാതെ വളർന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എന്നാൽ എല്ലാ തരത്തിലുള്ള ചലഞ്ചസും അഭിമുഖീകരിക്കാനും അത് ഫേസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം തന്നു. ഫുൾ ടൈം ജോലി, അത് ഫുൾ ടൈം നൈറ്റ് ഷിഫ്റ്റ്, 4 കൊച്ചു കുഞ്ഞുങ്ങള്, പിന്നെ ചർച്ച് കാര്യങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും കർത്താവ് പ്രത്യേകം കൃപ തന്ന് നടത്തി എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ വിശ്വാസത്തിലേക്കൊക്കെ വന്ന സമയത്ത്, ഞാനിപ്പം ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് എന്തൊരു ധൈര്യമായിരുന്നു, ഭയങ്കര ധൈര്യമാണ്. നമുക്ക് ദൈവങ്ങൾക്ക് കർത്താവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു വിഷമം, ഒരു പ്രയാസം വരില്ല എന്നുള്ളതാണ്. ഓക്കെ, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയുള്ള പ്രതികൂലങ്ങളുണ്ട് വിശ്വാസത്തിൽ ഇറങ്ങിയതിന്റെ ഒക്കെ, അതല്ലാതെ ഒരു പ്രയാസം വരുമെന്ന് അത്രയ്ക്ക് ഭയങ്കര തികഞ്ഞ എന്താ ഒരു ക്ലിയർ ഒരു പെർഫെക്റ്റ് വിശ്വാസമായിരുന്നു അന്നൊക്കെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ മീറ്റിംഗ് നടക്കുന്ന ആ കൊച്ചു ഭവനത്തിൽ ആന്റിയുടെ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ഇടിയും മഴയൊക്കെ വരുമ്പോഴേ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ ധൈര്യം എന്നാണെന്നറിയോ, ഈ അടുത്തുള്ള വീടുകളെല്ലാം ഇടിഞ്ഞു പോയാലും ഈ വീടിനേക്ക് അടുക്കില്ല, കാരണം ഇവിടെ ഇരിക്കുന്നവർ ഞങ്ങൾ ദൈവമക്കളല്ലേ, ഒരു ബാധ ഇതിന്റെ അടുത്തേക്ക് വരുന്നുള്ള ധൈര്യം. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് അങ്ങനെയൊക്കെ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം അന്ന് കർത്താവ് തന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചർച്ചാണെങ്കിലും വളരെ സപ്പോർട്ടീവ്, വളരെ അഭ്യസിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ തീക്ഷ്ണതയോടെ നിൽക്കുന്ന ഒരു ചർച്ച, PMG ചർച്ച്. അവിടുന്ന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും, ഒറ്റ പ്രാർത്ഥന മുടക്കില്ല, ഉപവാസ പ്രാർത്ഥനകളും ഒന്നും മുടക്കില്ല, എങ്ങനെയാന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം സംബന്ധിച്ച് അങ്ങനെ തീക്ഷ്ണതയോടെ നിന്നൊരു സാഹചര്യം. അപ്പൊ ഒരു പ്രശ്നവും നമുക്ക് വരില്ല എന്നുള്ളതാണ്. നമുക്ക് കർത്താവ് നമ്മളോട് കൂടെയെങ്കിൽ പിന്നെ വേറെ എന്ത് പ്രതികൂലം വരാനാ. എന്നാൽ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും കർത്താവ് ഓരോ കാര്യങ്ങളും മുമ്പിൽ തന്ന് പഠിപ്പിച്ച് എന്താ 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്ന് പറയുന്ന പോലെ പഠിപ്പിച്ച് ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയില് ഒന്ന് മിസ്കാരേജ് ആയി. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഈ ലോകം അവസാനിക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അത്രയ്ക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രയാസമായി പോയി. കാരണം അങ്ങനെ ഒരു കാര്യം ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് അന്നത്തെ വിശ്വാസവും വിചാരവും ഒക്കെ. പിന്നീട് ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും ഓരോ അവസ്ഥകളും കടത്തിവിട്ട് ദൈവം ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു. നമ്മളും സാധാരണ മനുഷ്യരാണെന്നും നമ്മളും ലോകത്തിലുള്ളവരെ പോലെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ വന്നാലും ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് കൂടെ ഉണ്ടെന്നും കൂടെ നടക്കുമെന്നും കൂടെ ഇരിക്കുമെന്നും കൈപിടിച്ച് നടത്തുമെന്നുള്ള ധൈര്യം നമുക്ക് തന്ന് ആ സമയങ്ങളിലൊക്കെ കർത്താവ് വചനം തന്ന് ഞാൻ ഇറങ്ങിയ സമയത്ത് കർത്താവ് നിന്നൊരു വാഗ്ദത്ത. ഇന്ന് ഞങ്ങളുടെ ലേഡീസ് മീറ്റിംഗിൽ ഞാൻ ഷെയർ ചെയ്യാൻ കൊണ്ട് ഇടയായി തീർന്നു. മറ്റൊരു സഹോദരി പറഞ്ഞപ്പോൾ, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാലും എൻ്റെ സമാധാന നിയമം ഒരിക്കലും നിന്നെ വിട്ടുമാറിയില്ല എന്നുള്ളൊരു ആ ഒരു ഉറപ്പ് കർത്താവ് എനിക്ക് തന്നത് ഇന്ന് വരെയും കർത്താവ് നിർത്തി. സമാധാന നിയമം, പീസ്, ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയാലും ആ ഒരു ദൈവിക സമാധാനം എല്ലാ സാഹചര്യത്തിലും ദൈവം തന്നു, അങ്ങനെ നടത്തി. അത് ദൈവത്തിന്റെ കൃപയും കരുണയും ഒന്ന് മാത്രമാണ്. ഞാൻ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു പോകുന്ന പാതകളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയാ തരണം ചെയ്തതെന്ന് പലപ്പോഴും ഞാൻ ഇതൊക്കെ കടന്നു പോകുന്നതാണോ എന്ന് തന്നെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുകയില്ലല്ലോ. ആ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാ നിന്ന് എങ്ങനെയാ കടന്നു പോകുന്നതെന്നും സ്വർഗത്തിലെ ദൈവം കൂടെ നിന്ന് നടത്തിയത് കൊണ്ട് മാത്രമാണ്. പിന്നെ ഈ അടുത്ത ഇടയ്ക്ക് നടന്ന ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് അങ്ങ് ഒരുമിക്കാം. പിന്നെ 2 വർഷം മുമ്പ്, അതായത് 2023 പെട്ടെന്ന് എനിക്കൊരു മാരകമായ ഒരു അസുഖം എനിക്ക് പിടിപെട്ടു. അത് മറ്റൊന്നുമല്ല, എനിക്ക് സിംറ്റംസോ എനിക്ക് ദൈവത്തിന്റെ കൃപയാൽ മറ്റു രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന എനിക്ക് ഓൾ ഓഫ് എ സഡൻ ഒരു റുട്ടീൻ എക്സാമിനേഷൻ, ഫിസിക്കൽ, ഇവിടെ എല്ലാം വർഷത്തിലൊരിക്കലും ഫിസിക്കലൊക്കെ നടത്തുമല്ലോ, നടത്തിയ സമയത്ത് ഒരു സ്കാനിങ്ങില് എൻ്റെ ലങ്സിനകത്ത് ഒരു ചെറിയ മാസ് കണ്ടു. കണ്ടപ്പോഴും നോക്കിയവരും
ടെസ്റ്റ് ചെയ്തവരും ഒക്കെ ഇതൊന്നും ആയിരിക്കില്ല, ചെന്നാലും അത് കണ്ടതല്ലേ, അതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഫർദർ സ്റ്റഡീസ് ഒക്കെ നടത്തിയപ്പോൾ ഞാൻ ചുരുക്കി പറയട്ടെ, അത് ലങ് ക്യാൻസർ ആണെന്ന് മനസ്സിലാക്കാൻ കൊണ്ട് ഇടയായി തീർന്നു. അപ്പം എനിക്കൊരു ലങ് ക്യാൻസറിൻ്റെതായിട്ടുള്ള ചുമയോ മറ്റു പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ എൻ്റെ ജീവിതത്തിൽ ഇല്ല, എനിക്ക് ഒരു പ്രയാസങ്ങളും ഇല്ല. അപ്പൊ അത് കണ്ടവർക്കും കേട്ടവർക്കും ഒക്കെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഞാനും സംശയിച്ചത് ഉള്ളത് തന്നെയാണോ. എനിവേ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. എന്നാൽ അത് വളരെ ബിഗിനിങ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, വേറെ എങ്ങും സ്പ്രെഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സർജറി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു സർജറിക്ക് വിധേയമാണ്ടി വന്നു. എൻ്റെ ലെഫ്റ്റ് ലങ്സിന്റെ ലെഫ്റ്റ് സൈഡിലെ പാർട്ട് ഓഫ് മൈ ലങ് അത്രയും റിമൂവ് ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ മറ്റ് പ്രയാസങ്ങൾ വേറൊരിടത്തോ സ്പ്രെഡോ മറ്റ് ട്രീറ്റ്മെന്റിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. ദൈവത്തിന്റെ വലിയ കൃപ. അന്ന് അത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറെ വല്ലതും, കാരണം ഈ സിംറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ എവിടെയെങ്കിലും ഒക്കെ സ്പ്രെഡായി കഴിഞ്ഞിട്ടേ നമ്മൾ അറിയുള്ളൂ സാധാരണഗതിയിൽ. എന്നാൽ അതിനൊന്നും ഇടയാക്കാതെ അന്ന് ആ ഡോക്ടറെ ഇതുവരെ ആരോടും, ഈ വീട്ടിലുള്ളവരോടോ ആരോടും പുള്ളിക്കാരി അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടില്ല ഒരു കാർഡിയാക് സ്കാൻ ചെയ്യും, മറ്റ് പ്രയാസങ്ങളൊന്നും നിനക്കില്ലല്ലോ, വല്ല ഹാർട്ട് അറ്റാക്കിന്റെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ അറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് ചിലരൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് തുടങ്ങിയതാണ്, വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ഞാനും അത് കേട്ടിട്ട് ഇഗ്നോർ ചെയ്തു. ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോകാറുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഇവരിങ്ങനെ ഒന്ന് സജസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അന്നൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ ഒത്തിരി ന്യൂസുകളൊക്കെ കേൾക്കുന്നു, ആരോഗ്യത്തോടെ നടക്കുന്ന മനുഷ്യരൊക്കെ പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നു, മരിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തൊക്കെ അങ്ങനെ കണ്ട് പോയി ഹാർട്ട് ചെക്ക് ചെയ്തതാണ്, ഹാർട്ടെല്ലാം ക്ലിയർ. അപ്പോൾ ഇതിന്റെ പുറകിൽ ലങ്സിൽ ചെറിയൊരു ഷാഡോ കണ്ടു. അങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട് ഇടയായി തീർന്നത്. ആ സമയത്ത് തന്നെ ഞങ്ങളിൽ അറിയുന്ന പലരും 2-3 പേര് ലങ്സ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട കഥകൾ പലരുടെയും ഞങ്ങൾ കേട്ടുവന്നു. ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ദൈവത്തിന്റെ കൃപയാല് ആ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനും സർജറി ചെയ്യുവാനും പൂർണ്ണ ആരോഗ്യത്തോടെ ആയിരിക്കും അതുകൊണ്ട് കർത്താവ് സഹായിച്ച് ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തയും കരുണയ്ക്കുമായിട്ട് ദൈവത്തിന് ഞാൻ പിന്നെയും നന്ദി പറയുകയാണ്. തുടർന്ന് കർത്താവ് എവിടെ ആക്കിയിരിക്കുന്നു അവിടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവം ഉദ്ദേശിക്കുന്ന വേല തികപ്പാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു സഭയുണ്ട്, കേൾക്കുന്നവര് ഞങ്ങളുടെ കൊച്ചു സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കൊച്ചേറിയ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ, ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമായി തീരട്ടെ, ധൈര്യത്തിന് കാരണമായി തീരട്ടെ. എല്ലാ അവസ്ഥകളും അറിയുന്ന ദൈവം അറിയാതെ ഒന്നും അറിയാതെ ഒരു കാര്യവും തന്റെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുകയില്ല, ഒന്നും വരികയില്ല എന്ന് ഓരോ അനുഭവങ്ങളിൽ കൂടെ ദൈവം കടത്തിവിട്ട് പഠിപ്പിക്കുന്നു. ഓരോ ടെസ്റ്റുകളും ഓരോ ട്രയൽസും ഓരോ ടെസ്റ്റ് മണീസ് ആയിട്ട് പിന്നീട് ജീവിതത്തിൽ കൊണ്ടുവന്ന കർത്താവ് ഇതുവരെയും അങ്ങനെ കൊണ്ടുവന്നാണ് ഞങ്ങളെ നിർത്തിയത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്കിളിനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, കാരണം അങ്കിളുടെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം. ചെറിയ പ്രായം മുതലുള്ളത് പറഞ്ഞോ, ഇപ്പൊ പറയാത്തത് വിട്ടുപോയ ഒത്തിരി ഉണ്ട്. അതെ, ശരിക്കും ചെറുപ്പക്കാർക്ക് അങ്കിളിന്റെ അനുഭവം ഒരു ഇൻസ്പിറേഷനായി മാറും. കാരണം പ്രത്യേകിച്ചും അങ്കിളുടെ വിദ്യാഭ്യാസ സ്റ്റോറി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ ചർച്ചിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഒരു മോട്ടിവേഷനായി തീർന്നു. പറയണോ, അതെല്ലാം പറയണം. ഓക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഡൽഹിയിൽ സുഖമില്ലാതെ കിടന്ന് പുള്ളി ശുശ്രൂഷിക്കാനാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. അന്ന് പക്ഷേ അതിലൂടെ അല്പം കൂടെ പുറകോട്ടിറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു 2 മുറിയും ഒരു ചെറിയ വരാന്തയും ഒരു ചെറിയ അടുക്കളയും ഉള്ളതായ ഒരു ഓലപ്പുരയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഡൽഹിക്ക് പോകാൻ ഒരു പാൻറ് ഇട്ടുകൊണ്ട് പോകാൻ എനിക്കില്ലായിരുന്നു. കാരണം ഇന്ന് ടെലിഗ്രാം വന്നു, നാളെ ഞാൻ തിരിക്കുക ഒരു പാൻറ് തയ്പ്പിക്കുക. അന്നൊന്നും റെഡിമെയ്ഡ് പാൻറ് കിട്ടുന്ന കാലമല്ല. തന്നെ ഒന്ന് തയ്പ്പിച്ച് മേടിച്ചുകൊണ്ട് പോകാനുള്ളതായ സമയമില്ല. ഞാൻ നമ്മുടെ അടുത്ത് പാൻറ് ഇടുന്ന 1-2 പേരുണ്ട്, അവരോട് ചെന്ന് ചോദിച്ചിട്ട് എനിക്ക് പരുവത്തിനുള്ള ഒരെണ്ണം കിട്ടിയില്ല. ചുരുക്കി പറഞ്ഞാൽ പാസ്റ്ററെ ഒരു ഒറ്റമൗണ്ട് കൊടുത്തോണ്ടാണ് ഞാൻ ഡൽഹി ചെന്നിറങ്ങുന്നത്. പിന്നെ ഡൽഹി ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ജേഷന്റെ പാൻറ്റും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ചുരുക്കി അങ്ങ് പറയാം. എനിവേ 78 മുതൽ 85 വരെ ഡൽഹിയിലായിരുന്നു. ആദ്യം ചെന്ന് ചെറിയൊരു ജോലി, എനിക്ക് ആദ്യം കിട്ടിയ ജോലി 275 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം. 275. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ അത് 300 ആക്കി. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മൂത്ത സഹോദരിയും കൂടെ വരുത്തി.
അങ്ങനെ പുള്ളിക്കാരിക്ക് ഒരു എക്സ്പോർട്ട് കമ്പനിയിൽ ഒരു ജോലി കിട്ടി 150 രൂപ. അങ്ങനെ 450 രൂപയും കൊണ്ട് ഞങ്ങൾ 100 രൂപയുടെ ഒരു ചെറിയൊരു റൂം വാടകയ്ക്ക് എടുത്ത് അങ്ങനെയാണ് ഞങ്ങളുടെ ഡൽഹി ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ 85 ആയപ്പോഴേക്കും നല്ല ഒരു 4 ശമ്പളം ഡൽഹിയിൽ തന്നെ ലഭിക്കത്തക്കതുപോലുള്ളതായ ജോലി കിട്ടി. 85 സൗദി അറേബ്യയിലേക്ക് പോകാനായിട്ട് ദൈവാവസരം ഒരുക്കി തന്നു. 85 മുതൽ 2000 വരെ. വിവാഹം കഴിഞ്ഞ് ഗ്രേസി 89 വന്നത്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ഒരു ഓൾമോസ്റ്റ് 10 years, കുടുംബമായിട്ട് 10 വർഷവും ഞാൻ ഒറ്റയ്ക്ക് ഒരു 5 വർഷം, അങ്ങനെ മൊത്തത്തിൽ 15 വർഷം ഞാനുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ ഞാൻ ആദ്യം പോയത് നമ്മുടെ ഹുണ്ടായി കമ്പനിയിലാണ് പോയത്. കൊറിയൻസ് അവർ സൗദി കമ്പനിയോട് കോൺട്രാക്ട് എടുത്ത് നടത്തുന്ന ഒരു കമ്പനിയായിരുന്നു. ഒരു സൈറ്റിലേക്കാണ് പോയത്. ഈ കൊറിയൻസിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടായിരുന്നു. 15 മാസം ഞാൻ കടിച്ചു പിടിച്ചൊക്കെ നിന്നു. അവിടെ നിന്ന് ഈ സൗദി കമ്പനിയിൽ ഒരു വിസയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു. ബോംബെക്കാരനായ ഒരു ജാഹിദ് ഹുസൈൻ പുള്ളി എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സൗദി കമ്പനിയിൽ ജോലി കിട്ടി. ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നതിന് ഏകദേശം ഡബിൾ സാലറിയിൽ ആണ് ഞാൻ രണ്ടാമത് പോകുന്നത്. അവിടെ പോയി ഒരു വർഷം, ആദ്യത്തെ വെക്കേഷൻ വന്നപ്പോഴായിരുന്നു തോന്നുന്നു വിവാഹം. സൗദി അറേബ്യയിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 10ാം ക്ലാസ് മാത്രം പഠിച്ചു, മലയാളം മീഡിയത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പോയതാണ്. എന്നാൽ ഡൽഹിയിലെ എക്സ്പീരിയൻസ് കൊണ്ട് സൗദിയിലൊക്കെ നല്ല പെർഫോമൻസ് എനിക്ക് കാഴ്ചവെക്കാൻ പറ്റി. അവിടെ എൻ്റെ ബോസായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ഗുജറാത്തി പ്ലാനിങ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹം നാട്ടിൽ അദ്ദേഹം വെക്കേഷന് പോയി, തിരിച്ചു വന്നില്ല. അപ്പോൾ ഈ ജാഹിദ് ഹുസൈൻ എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ മാനേജറായിരുന്നു. അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ബാബു, വൈ ഡോണ്ട് യു ട്രൈ ദിസ്, ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞ് ഞാൻ ആ പണി ചെയ്യാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ പാസ്റ്ററെ, ആ പ്ലാനിങ് എഞ്ചിനീയർ കൊടുത്തതിനേക്കാൾ നല്ല പെർഫോമൻസ് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടിക്കടി അവിടെ എനിക്ക് ഇൻക്രിമെൻറ്റും ബോണസും മറ്റാർക്കും കിട്ടാത്ത ബോണസും മറ്റാർക്കും കിട്ടാത്ത ഇൻക്രിമെൻറ്റും എല്ലാം എനിക്ക് കിട്ടി. എന്നാൽ എന്നോടൊപ്പം ജോലി ആരംഭിച്ചതായ മറ്റ് സുഹൃത്തുക്കൾ അവരതേ നിലയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് അസൂയുണ്ടായി. ആ അസൂയുണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ആ കമ്പനിയിൽ ഇൻഫോം ചെയ്തത് ഞാൻ പാസ്റ്ററാണെന്ന്. അങ്ങനെയാണ് ജോലി നഷ്ടപ്പെടുന്നത്. പക്ഷെ അവർ വിചാരിച്ചു ഇതുകൊണ്ട് ബാബു ഇവിടെ തീർന്നെന്ന്. പക്ഷേ ദൈവം വേറെ പുതുവഴി തുറന്നു. അങ്ങനെയാണ് ഞാൻ കൂടെ അമേരിക്കയിൽ വരാനിടയായത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ ഡൽഹിയിലെ എക്സ്പീരിയൻസും സൗദിയിലെ എക്സ്പീരിയൻസും കൂടെ വെച്ച് ഇവിടെ ഒരു നല്ല ജോലി കിട്ടുമെന്നൊക്കെ ഞാൻ കരുതി. പക്ഷേ കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ ഒന്ന് മനസ്സിലായി, എന്തെങ്കിലും ഇവിടുത്തെ പഠിക്കാതെ നല്ല ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന്. അങ്ങനെ ഞാൻ 75 SSLC പാസ്സായതാണ്. 2003 വീണ്ടും പേപ്പറും പെൻസിലും കയ്യിലെടുത്തു. ഇവിടെ GED എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് അഡൽട്സിന് പഠിക്കാൻ. ഇവിടുത്തെ ഹൈസ്കൂളിന് തുല്യമായൊരു പരീക്ഷയാണത്. അതും 2 പ്രാവശ്യം കൊണ്ടാണ് പാസ്സായത്. അത് പാസ്സായി. എന്നിട്ട് ഇവിടെ ദൈവകൃപയാൽ ഒരു മലയാളി CPA പെന്തിക്കോസ്തുകാരനെ പരിചയപ്പെട്ടു. പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഈ ഇവിടുത്തെ കമ്മ്യൂണിറ്റി കോളേജിൽ പോയി ഒരു 24 ക്രെഡിറ്റ് അവേഴ്സ് എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടും, അവിടെ കൊണ്ട് ബുക്ക് കീപ്പറായിട്ടൊക്കെ വർക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാഹചര്യം അനുവദിക്കുന്നതിനനുസരിച്ച് പഠിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ്, എനിക്ക് ഇവിടുത്തെ ഗ്രേഡ് GPA എന്ന് പറയുന്ന ഒരു കാര്യം അറിയാമായിരിക്കുമല്ലോ, അത് മാക്സിമം GPAയോട് കൂടെ അത് പാസ്സായി. 4.0 ആണ് ഇവിടുത്തെ മാക്സിമം GPA. 4.0യോടുകൂടെ ഞാൻ ആ ടെക്നിക്കൽ സർട്ടിഫിക്കറ്റ് പാസ്സായി. ദാറ്റ് പുഷ് മീ ടു ദ നെക്സ്റ്റ് ലെവൽ, അസോസിയേറ്റ് ഡിഗ്രി 3.8 GPAയോടുകൂടെ പാസ്സായി. That again pushed me to bachelor's degree. I got my BBA with a 3.6 GPA. And that again pushed me to master's degree. Master's MS in accounting പഠിച്ചു. അതിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ CPA റിവ്യൂ കോഴ്സസ് അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പം എന്തായാലും റിവ്യൂ കോഴ്സസ് ചെയ്തെന്നാൽ പിന്നെ CPAക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് കരുതി ഞാൻ CPAക്ക് രജിസ്റ്റർ ചെയ്തു. പക്ഷെ ഞാനൊരു സൈഡ് ദൈവവും ഭാഗം വെച്ചു.
4 പേപ്പറാണുള്ളത്. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഐ വിൽ സ്റ്റോപ്പ് ഓൾ ദ സെക്യുലർ സ്റ്റഡീസ് ഹിയർ ആൻഡ് ഐ വിൽ ഗോ ഫോർ ദ തിയോളജി. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഗ്രേഡൊക്കെ കിട്ടി വന്നയാണെങ്കിലും ആ 4 പേപ്പറിൽ ഒന്നുപോലും എനിക്ക് കിട്ടിയില്ല. ആൻഡ് ദാറ്റ് വാസ് എ സൈൻ ഫോർ മീ ടു സ്റ്റോപ്പ് ദ സെക്യുലർ സ്റ്റഡീസ് ദേർ ആൻഡ് ഗോ ഫോർ ദ തിയോളജി. ഞാൻ MS പാസ്സായി, MS ഇൻ അക്കൗണ്ടിങ് പാസ്സായി, നല്ല ഗ്രേഡോടുകൂടി പാസ്സായി. എന്നിട്ട് then immediately I went to theology studies and I got my theology masters in theology, MCS എന്ന് പറയുന്ന പ്രോഗ്രാം, മാസ്റ്റർ ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ്. അതും ഗ്രാജുവേറ്റ് ചെയ്യാനിടയായി. 53-ാമത്തെ വയസ്സിലാണ് പഠനം കംപ്ലീറ്റ് ആകുന്നത്. സോറി, 53 അല്ല, 55-ൽ 55-ാമത്തെ വയസ്സിലാണ് പഠനം കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാച്ചിലേഴ്സ്. ഇനി അടുത്ത ജോലിയുടെ വിഷയം. ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഉടനെ ഇവിടെ ഫെഡെക്സ്, ഞങ്ങൾ ഈ മെംഫിസിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ഫെഡെക്സ്. അപ്പം എല്ലാവർക്കും ഫെഡെക്സിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടുന്നത് പോലെ, നമ്മുടെ നാട്ടിലൊരു ഗവൺമെന്റ് ജോലി കിട്ടുന്നത് പോലെയാണ്. അപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ ഒരു ഏജൻസി ചെന്നു. അവർ പറഞ്ഞു, അവർക്ക് 11 മാസത്തെ ഒരു കോൺട്രാക്ട് ജോബ് ഉണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഫെഡെക്സിലോ. ഞാൻ പറഞ്ഞു ഫെഡെക്സ് ആണെങ്കിൽ ഞാൻ പൊക്കോളാം, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ ആ ജോലി എടുത്തു. അവിടെ 10 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫെഡെക്സിൽ തന്നെ ഒരു പെർമനന്റ് ജോബ്, പക്ഷേ അവർലി ആയിരുന്നു. അതിന് ജോയിൻ ചെയ്തു. അവിടെ പഠിത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി അത് ഓപ്പണായി. അങ്ങനെ അതിന് അപ്ലൈ ചെയ്തു. ഇവിടെ എല്ലാം നമുക്ക് സഹായിക്കാൻ വ്യക്തികളുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ കാര്യങ്ങൾ ഒരുപാട് നീണ്ടുപോകും. ഇവിടെ എല്ലാം ഡൽഹി ചെന്നപ്പോഴാണെങ്കിലും ഒരു ഭണ്ഡാരി സാഹിബാണ്, ഒരു രാജസ്ഥാനി ഭണ്ഡാരി സാഹിബാണ് എന്നെ അവിടെ ഹയർ ചെയ്യുന്നത്. ആദ്യത്തെ ജോലിയല്ല, രണ്ടാമത്തെ ഒരുവിധം നല്ല ജോലി അവിടെ കിട്ടിയത്. പിന്നെ സൗദി അറേബ്യയിൽ ഒരു ജാഹിദ് ഹുസൈൻ സാഹിബ് ഹെൽപ്പ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ, അമേരിക്ക വന്നപ്പോൾ പലരെ ആ നിലയിൽ സഹായിച്ചു. അങ്ങനെ എല്ലാം ദൈവം ഓരോരുത്തരെയും ഓരോ ഇടത്ത് ഒരുക്കിയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു സീനിയർ റവന്യൂ ആനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഫെഡെക്സിൽ. ഇനി അധികം നാൾ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, റിട്ടയർമെന്റിലേക്കൊക്കെ വരുന്നു. എനിവേ, അതാണ് ജോലി സംബന്ധമായ വിഷയം. ആരാധന തുടങ്ങിയ കാര്യം ഗ്രേസി പറഞ്ഞല്ലോ. ഞങ്ങൾ ഇവിടെ 2001-ൽ വന്നു. 2002-ൽ തന്നെ ഒരു ചിൽഡ്രൻസ് മിനിസ്ട്രി ആരംഭിച്ചു. അത് പതുക്കെ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പേരൻസ് വരുമ്പോൾ അവരെ ഇവിടെ വിളിച്ചിരുത്തി ഇച്ചിരി നേരം പ്രാർത്ഥിക്കും. സൺഡേയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് ചർച്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സൗദി അറേബ്യയിലെ തീ പിടിച്ച ആരാധനയൊക്കെ കൂടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് ചർച്ചിൽ പോയി ആരാധിക്കുമ്പോൾ ഒട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. തന്നെയുമല്ല, ഞാൻ 4-5 വർഷം ശുശ്രൂഷിക്കാതെ ഇരുന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് അങ്ങ് ഡ്രൈ ആയിപ്പോയി. പിന്നെ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഒരുപാട് ഫോഴ്സ് നമ്മുടെ മേൽ വന്നു. പ്രവചനം അങ്ങനെ കിടക്കുന്നു. പിന്നെ പലരും വ്യക്തിപരമായിട്ട് നമ്മളോട് പറയുന്നു, വചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെയാണ് 2005-ൽ വീട്ടിൽ തന്നെ ആരാധന ആരംഭിച്ചത്. ഗ്രേസി പറഞ്ഞ പോലെ ഞാൻ ഭാര്യയും 4 കുഞ്ഞുങ്ങളും, അതുകൂടാതെ എപ്പോഴും ഒരാളിനെ ദൈവം തരും. ആ ആൾ പോകുമ്പോൾ വേറൊരാളിനെ തരും, ആ ആൾ പോകുമ്പോൾ വേറൊരാളിനെ തരും. അങ്ങനെ മുമ്പോട്ട് 6 വർഷം ഞങ്ങൾ വീട്ടിൽ ആരാധിച്ചു. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളതായ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ ഒരു സിംഗിൾ റൂം ഞങ്ങൾക്ക് കിട്ടി. അവിടെ 9 വർഷം ആരാധിച്ചു. അപ്പോഴത്തേക്ക് ചില ഫാമിലികളോടൊക്കെ വന്നു, നമുക്ക് സൺഡേ സ്കൂൾ വേണമെന്നായി. നഴ്സിംഗ് മദേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അല്പം കൂടെ ഒരു വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. 2019 ആയപ്പോഴേക്ക് ഞങ്ങളുടെ ഒരു ഓഫീസ് ബിൽഡിംഗ് കിട്ടി. അത് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കോവിഡിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അതിൻ്റെ റിനോവേഷൻ എല്ലാം ചെയ്ത് 2020 അവിടെ ആരാധന ആരംഭിച്ചു. ഞങ്ങൾക്ക് ഇവിടെ മലയാളികൾ, തമിഴര്, ആന്ധ്രാക്കാര്, ഒരു ഒരു അമേരിക്കക്കാരനും ഉണ്ടായിരുന്നു. ആ പുള്ളി ഒരു മലയാളി സഹോദരിയുമായിട്ട് വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന് ഡാളസിലേക്ക് പോയി. ഞാൻ തന്നെയാണ് ആ വിവാഹം ആലോചിച്ചത്. എനിവേ, അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി. ബാക്കി ഞങ്ങൾ മലയാളി, തമിഴ്, ആന്ധ്ര തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നിന്നുള്ളതായ പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ചേർന്ന് ഒരു 10-30 പേരോളം, ഒരു 30-35 പേരോളം ഇപ്പം ആരാധിക്കാനുണ്ട്. അതാണ് ഞങ്ങളുടെ സഭാപരമായ കാര്യം. പാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ ഷാരോൺ ഫെലോഷിപ്പ്
ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടു. പല നിലകളിൽ അനേക വർഷങ്ങളായിട്ട് എൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഇരിക്കാനിടയായി. പല വർഷങ്ങൾ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നു. ഇപ്പോൾ മിഷൻ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. ഗ്രേസി പറഞ്ഞ പോലെ ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയ സഭയോർത്ത് ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സിറ്റിയിൽ തന്നെ സ്ട്രിക്റ്റ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു സഭകളുടെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും സഭകൾ ഇന്ത്യൻ സഭകളായിട്ടില്ല, നമ്മുടേത് മാത്രമേ ഉള്ളൂ. അത്രയുമാണ് എനിക്കിപ്പോൾ സാക്ഷ്യമായി പറയുവാനുള്ളത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ കർത്താവ് നൽകിയ വാഗ്ദത്തം പോലെ ആ ദേശത്ത് ഒരു സഭ, അതും മൾട്ടി കൾച്ചർ, വിവിധ ഭാഷക്കാർ ഒക്കെ ആരാധിക്കുന്നൊരു സഭയൊക്കെ സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിച്ചതൊരു വലിയ ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ജീവിതത്തിൻ്റെ എല്ലാ ടേണിംഗ് പോയിൻറ്റ്സിലും എല്ലാ ക്രോസ് റോഡ്സിലും ദൈവം ആരെയെങ്കിലുമൊക്കെ നിർത്തി നമ്മളെ സഹായിക്കാനും ഗൈഡ് ചെയ്യാനും. വചനത്തിലൊരു വാക്യമുണ്ട് അങ്ങനെ, എന്നെ സഹായിക്കുന്നവരോടുകൂടെ കർത്താവ് നിൽക്കും, അല്ലേ? അതെ, അതിൻ്റെ ഒരു എക്സാക്ട് ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല ഇംഗ്ലീഷിലൊക്കെ, പക്ഷേ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അർത്ഥം അങ്ങനെയാണ്, യഹോവ എന്നെ സഹായിക്കുന്നവരോട് കൂടെയുണ്ട് എന്നാ മലയാളം ട്രാൻസ്ലേഷൻ. എനിക്ക് ആ മലയാളം ട്രാൻസ്ലേഷൻ ഇഷ്ടമാണ്. നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവനെ ആ ജോലിയിൽ കർത്താവ് സഹായിക്കും. കാരണം ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെയാണ്. നമ്മളോടുള്ള കർത്താവിൻ്റെ സ്നേഹമേ പറഞ്ഞിട്ട് അല്ല, അത് നമ്മൾ ജോസഫിന്റെ കാര്യം പറയുന്ന പോലെ, ജോസഫ് ചെന്നിടത്തെല്ലാം കൃതാർത്ഥനായെന്ന് പറയുന്ന പോലെ അവിടെ എല്ലാം ഇപ്പം ജയിലധികാരികൾക്ക് പോലും സഹതാപം തോന്നി, അല്ലേ? അതെ. അങ്ങനെ ഇപ്പം നമ്മുടെ ജാതിക്കാരോ ഭാഷക്കാരോ നമ്മുടെ വിശ്വാസത്തിലോ ഉള്ളവരല്ലാഞ്ഞിട്ട് പോലും അവർക്ക് നമ്മളോട് സഹതാപം തോന്നി നമ്മളെ സഹായിക്കുന്ന അവസ്ഥകളാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, സ്വർഗം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതെ, പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വിശ്വസ്തരായിരിക്കുക, ദൈവത്തിന് വിശ്വസ്തരായിരിക്കുക. പക്ഷേ ഈ ഇവിടുത്തെ ഞങ്ങൾ ഈ ബിൽഡിംഗ് മേടിച്ചതിന്റെ കാര്യം കൊണ്ട് ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരിക്കലും ഈവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും അതിന് ഫേവർ അല്ലായിരുന്നു. ഇതൊരു വലിയൊരു സ്റ്റെപ്പാണ് നമ്മളിവിടെ എടുത്തത്. ഒരു 450,000 ബിൽഡിങ്ങിനും പിന്നെ അതിൻ്റെ മുകളിൽ ഒരു 500,000 കൂടെ മേളിൽ ചിലവാക്കി ഒരു 550,000 നമ്മുടെ ഈ കൊച്ചു സഭയ്ക്ക് അതൊക്കെ വിശ്വാസത്താൽ എടുത്ത ഒരു സ്റ്റെപ്പാണ് പാസ്റ്ററെ. അപ്പം അത് ദൈവം ഇത്രത്തോളം ഇതുവരെ മുടക്കമൊന്നും കൂടാതെ എൻ്റെ മോർഗേജ് ഒക്കെ അടയ്ക്കാൻ ദൈവം സഹായിച്ചു. അതെ, പ്രധാന സ്തോത്രം. വിട്ടുപോയ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു സൗദിയിലെ ജോലിയെ സംബന്ധിച്ചിടത്തോളം പാസ്റ്ററുടെ ഒരു അനുഭവം ഉണ്ടല്ലോ. കാരണം എൻജിനീയറിംഗ് ലെവലിലുള്ള ജോലിയൊക്കെ ചെയ്യാൻ ദൈവം കൃപ തന്നത് കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം നമ്മുടെ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, അദ്ദേഹം വെക്കേഷന് പോയിട്ട് തിരിച്ചു വന്നില്ല. തിരിച്ചു വരാതിരുന്നപ്പോൾ എന്നെയും ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത അദ്ദേഹം തന്നെയായിരുന്നു ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്. അന്ന് പുള്ളി മാനേജറാ, പിന്നീട് പുള്ളി വൈസ് പ്രസിഡന്റ് ആയി. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ബാബു, so and so has gone for vacation, I don't think he is coming back, why don't you try that? അപ്പം ഞാൻ പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ഫയലുകളൊക്കെ ഒന്ന് മറിച്ച് നോക്കി, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ആൻഡ് ഐ ഗോട്ട് സപ്പോർട്ട് ഫ്രം എവരിവെയർ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ആ പ്ലാനിങ് എഞ്ചിനീയർ കൊടുത്തതിനേക്കാൾ നല്ല പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റി. അങ്ങനെയാണ് എനിക്ക് പ്രൊമോഷനും ഇൻക്രിമെൻറ്റും ബോണസും എല്ലാം കിട്ടി. വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഒരു പ്രാവശ്യം കൊട്ടാരക്കരയാണല്ലോ എൻ്റെ സ്ഥലം. ഞങ്ങൾ കൊട്ടാരക്കര ടൗൺ ചർച്ചിൽ കുറച്ച് നാൾ എൻ്റെ ഫാദർ അങ്ങോട്ട് പോയി അവിടെ ആരാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ചെറിയ ചെറിയ മുറികളിരുന്ന് ആരാധിച്ചത്. അപ്പോൾ ഞാനൊരു ദിവസം ചെന്നപ്പം വളരെ ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ഈ പറഞ്ഞ പോലെയല്ല, സൗദി അറേബ്യ വെച്ച് പറഞ്ഞതുപോലെ ഞാൻ എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറഞ്ഞു. താമസം വിന ഇവിടെ ഇരിക്കുന്ന ഇത്രയും ഞെരുക്കത്തിലാണല്ലോ ഇരിക്കുന്നത്, ഇവിടെ നല്ലൊരു ഹാള് ഇവിടെ ഉണ്ടാകും എന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ് ഒരു സാക്ഷ്യത്തിൽ കൂടെ പറഞ്ഞു. എന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മാത്രം പോരാല്ലോ, നമ്മൾ സൗദി അറേബ്യയിലുള്ള കാലമാണ്. ഞാൻ അവിടെ ആ ഹോള് പണിയാനായിട്ട് നല്ലൊരു തുക ചെലവാക്കിയിട്ട് തിരിച്ചു ചെന്നപ്പം പാസ്റ്ററെ
എത്ര ഞാനിവിടെ ചെലവാക്കിയോ അതിലൊട്ടും കുറയാത്ത ഒരു തുക എനിക്ക് ബോണസായിട്ട് കിട്ടി. ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചിലവിടുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ വിതയ്ക്കുന്നത് ഒരിക്കലും നഷ്ടമായി തീരത്തില്ല, ഒരിക്കലും നഷ്ടമായി തീരത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ വലിയൊരു വിശ്വസ്തതയാണ്. ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞല്ലേ ടെർമിനേറ്റ് ചെയ്തത്. ഒരു ആക്റ്റീവ് ക്രിസ്ത്യൻ വർക്കർ പാസ്റ്റർ എന്നുള്ള നിലവാരത്തിലാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസിന് പിടിച്ചാൽ ജയിലടയ്ക്കോ എന്ത് ടോർച്ചറിങ് നമ്മൾ ചെയ്യാം, ഒരു ബെനിഫിറ്റ്സും തരാതെ നമ്മളെ അതുപോലെ വിടാം. എന്നാൽ അങ്ങനെയൊന്നും ഒരവസ്ഥ വരുത്താതെ വണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് മനസ്സലിവ് കാണിച്ചു. ഞങ്ങൾ അതുവരെ ചെയ്തതിന്റെ എല്ലാ ബെനിഫിറ്റ്സും തന്ന് ഞങ്ങൾക്ക് സമാധാനത്തോടെ സുരക്ഷിതമായിട്ട് മടങ്ങി വരാൻ ഇടയായി. ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കേസിലൊക്കെ പിടിക്കുന്നവരെ ജയിലിലും ഇട്ട് ഒന്നും കൊടുക്കാതെ ഈ ഭാര്യയും ഭർത്താവിനെയും ഒക്കെ വേറെ ആക്കി ജയിലിലും ഒക്കെ അടച്ച് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വീടൊക്കെ റെയ്ഡ് നടത്തി ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്. എന്നാൽ അതിലൊന്നും പെടുത്താതെ ദൈവം ഞങ്ങളെ സുരക്ഷിതമായിട്ട് മടക്കിക്കൊണ്ട് വന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. അവിടെയും ഞങ്ങൾ സൗദിയിൽ നിന്ന് പോരുന്ന ദിവസം ഞങ്ങൾ പോകാനായിട്ടെല്ലാം എയർപോർട്ടിൽ ചെന്നു. അവിടെ അവരൊരു കളി കളിച്ചു. ഈ പാസ്പോർട്ട് അവിടെ നിന്ന് വേണം കൊണ്ടുതരാൻ. അവരൊരാളിനെ ഏൽപ്പിക്കും, അവരാ കൊണ്ടുതരേണ്ടത്. അവൻ മുങ്ങി. നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി അത്രയെങ്കിലും ഞങ്ങളെ ചെയ്യാതിരുന്നാൽ എന്തുവാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് യാത്ര ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു പോയി അപ്പോഴത്തേക്ക് നമ്മൾ വീടും എല്ലാം വിട്ടല്ലോ. വേറൊരു സഹോദരന്റെ വീട്ടിൽ ചെന്ന് താമസിച്ച് പിന്നെ പിറ്റേ ദിവസമോ കണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അത്രയും ഉപദ്രവമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഗ്രേസി പറഞ്ഞ പോലെ ജയിലിൽ ഇടുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബെനിഫിറ്റ് തരാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. പാസ്പോർട്ട് തരാൻ താമസിച്ചെന്ന് പറയുമ്പം അവർ മനഃപൂർവ്വം ലേറ്റ് ആക്കിയതാ. പിന്നെ ആ പാസ്പോർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടിയോ അതോ അവർ കൊണ്ട് തന്നോ? ഇല്ല, പിറ്റേന്ന് കൊണ്ട് തന്നു. നമ്മുടെ പാസ്പോർട്ട് അവരുടെ കയ്യിലാണല്ലോ, നമ്മുടെ കയ്യിൽ വെക്കാൻ പെർമിഷൻ ഇല്ല. ഈ എക്സിറ്റ് അടിച്ച് വിടുന്നതായോണ്ട് കമ്പനിയിൽ നിന്നുള്ള ആള് എയർപോർട്ടിൽ കൊണ്ടുവന്ന് അവരെ കൊടുത്ത് എക്സിറ്റ് അടിപ്പിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ തരുന്ന പാസ്പോർട്ട്. ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് നൽകിയല്ലോ, കർത്താവ് നടത്തിയല്ലോ. സ്തോത്രം ചെയ്യുന്നു. വളരെ സ്വീറ്റായിട്ടുള്ള അനുഭവങ്ങളാണ്. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, വിടുതലിൻ്റെ അനുഭവങ്ങളുണ്ട്, നടത്തിയ വഴികളുണ്ട്. എല്ലാത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററുകൾക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, മനോഹരമായ ഈ രാത്രികാലത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സംഭവപരമാകുന്ന കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടുന്ന് ഞങ്ങളെ അത്ഭുതകരമായ അതിശയകരമായി പരിപാലിച്ച പരിപാലനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവേ, ഞങ്ങൾക്ക് ഇരുവർക്കും ഈ ആജാദി ലൈനിൽ കടന്നു വന്ന് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുവാൻ അവിടുന്ന് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം. അനേകരുടെ നൂറുകണക്കിന് ആൾക്കാരുടെ സാക്ഷ്യം ഈ ചാനലിൽ കൂടെ പുറത്തു വരികയും അത് അനേകർക്ക് ആശ്വാസമായി തീരുകയും ചെയ്ത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയയുടെയും സാക്ഷ്യം അത് കേൾക്കുന്നവർക്ക് പ്രയോജനകരമായി തീരട്ടെ, ആശ്വാസകരമായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും മാനസികമായി ഭാരത്തിലായിരിക്കുന്നുവെങ്കിൽ, രോഗത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നുവെങ്കിൽ, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സാക്ഷ്യം അവർക്കൊരു ഉത്തേജനകമായി തീരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അവരുടെ ആവശ്യങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. പാസ്റ്ററിനെയും കുടുംബത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ, അനേകർക്ക് ആശ്വാസമായി പിന്നെ നിലനിർത്തുവാൻ കർത്താവേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സകലമാനവും മഹത്വത്തോട് എടുത്താട്ട് സകലവും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററുകളെ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് സമയങ്ങൾ വിനിയോഗിച്ചതിൽ നന്ദി പറയുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രേക്ഷകരോടുമുള്ള നന്ദി പറയുന്നത് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.